Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. ഓക്കെ, ഇപ്പൊ നമ്മള് ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തോണ്ടിരുന്നത്. ഏകദേശം നമ്മള് ബേസിക് ആയിട്ടുള്ള ആംബുലൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എമർജൻസി അല്ലെ, എമർജൻസിയിലെ റൂൾസ് വിളിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള പോയിന്റ്സുകൾ വരെയാണ്. പോയിന്റ്സുകൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് അതിന്റെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ വരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞോ ഓർക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ നിങ്ങൾ ഡെയിലി? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തുള്ള പോയിന്റ്സുകള് അല്ലെ, എങ്ങനെയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇനിയിപ്പോ പറയണ്ടല്ലോ, ലാസ്റ്റ് പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ക്രൂവിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ആംബുലൻസിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ ആ ഡ്രൈവറും പേഷ്യന്റും മാത്രമായിരിക്കുമോ? ആണോ? മറിച്ച് അതിനകത്ത് ക്രൂവിംഗ് ആയിട്ട് കുറെ വ്യക്തികളൊക്കെ ഉണ്ടാകും അല്ലെ. ഒരു ക്രൂവിംഗ് എന്ന് വെച്ചറിയാലോ, ആംബുലൻസിൽ നമ്മൾ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ വരുന്ന ക്രൂവിങ്സ് വ്യക്തികൾ ആരൊക്കെയാണെന്ന്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആംബുലൻസിലെ ക്രൂവിംഗ്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം ആംബുലൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംബുലൻസിന്റെ ക്രൂവിങ്ങിനെ കുറിച്ചിട്ടാണ്. നോക്കാം. There are different levels of qualification that the ambulance crew may hold, from holding the formal qualification to having a fully qualified doctor on board. അല്ലേ? അതായത് ഡിഫറെന്റ് ലെവൽസിലുള്ള ക്വാളിഫിക്കേഷനുള്ള വ്യക്തികൾ ഈ ക്രൂവിൽ മെമ്പേഴ്സ് ആണെന്ന്. എല്ലാവരും സെയിം ഒരേ ലെവൽ അല്ല, ഡിഫറെന്റ് പലതരത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള വ്യക്തികൾ ഈ ക്രൂവിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ചെറിയൊരു ഫോർമൽ ക്വാളിഫിക്കേഷൻ, അത്യാവശ്യം ഒരു ക്വാളിഫിക്കേഷൻ തുടങ്ങി ഫുള്ളി ക്വാളിഫൈഡ് ഡോക്ടർ, ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ വരെ ഉണ്ടെന്ന്. അപ്പൊ ഡിഫറെന്റ് ലെവലിലുള്ള വ്യക്തികൾ ഈ ക്രൂവിൽ ഇൻക്ലൂഡഡ് ആണ്. Most ambulance services require at least 2 crew members to be on every ambulance. അല്ലെ, അതായത് എല്ലാ ആംബുലൻസിലും അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അത് ഏത് ക്രൂ മെമ്പേഴ്സും ആയിരിക്കും. Then on to drive and one to driver. ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടായിരിക്കണം, ആംബുലൻസ് ഡ്രൈവർ. Then and one to attend the patient. ഒരാള് പേഷ്യന്റിന് നോക്കാനും. മിനിമം 2 ക്രൂ മെമ്പേഴ്സ് ഒരു ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, then common ambulance crew qualifications are. ഇനി കോമൺ ആയിട്ട് നമ്മൾ നോർമലി ഒരു ആംബുലൻസിൽ കാണപ്പെടുന്ന ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ഈ എല്ലാ ക്രൂ മെമ്പേഴ്സും എല്ലാ ആംബുലൻസിൽ ഉണ്ടാവണമെന്നില്ല. ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ചുകൊണ്ട് ചിലപ്പോ ഒരു ഡോക്ടർ ആവാം, ഒരു നഴ്സ് ആവാം, അല്ലെങ്കിൽ ഏതാണോ അവിടെ അത്യാവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് ആയിരിക്കും ആംബുലൻസിൽ ഉണ്ടാവുക. അപ്പോൾ നോർമലി വരുന്ന ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ പേരുകൾ മാത്രം ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് റെസ്പോണ്ടർ, പേരുകൾ മാത്രം നോക്കാം കേട്ടോ. ക്രൂ മെമ്പേഴ്സിന്റെ പേരുകൾ പഠിച്ചു വെക്കണം, ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന്. ഓക്കെ, ഡയറക്റ്റ് ചെയ്തിട്ടില്ലേ, അതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്ട്രേഡ് നഴ്സ്, പാരാമെഡിക്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ദെൻ ഫിസിഷ്യൻ. കണ്ടോ, 10 ക്രൂ മെമ്പേഴ്സ് ആണ് ഒരു ആംബുലൻസിൽ ഉണ്ടാവുന്നത്. അത് ഈ 10 പേരും ഉണ്ടാവണമെന്നില്ല. ആ ഒരു സിറ്റുവേഷൻ അനുസൃതമായിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് മിനിമം 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? എന്താണ് ക്രൂവിംഗ് എന്ന് പറയുന്നത്? 10 ക്രൂ മെമ്പേഴ്സ് ആണുള്ളത്. അറ്റ്ലീസ്റ്റ് 2 ക്രൂ അംഗങ്ങളെങ്കിലും ക്രൂ മെമ്പേഴ്സ് എങ്കിലും ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ദെൻ 10 ക്രൂ ക്വാളിഫിക്കേഷൻസ്, ആ 10 പേരുകൾ ഒന്ന് വായിച്ചു നോക്കാം. പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്രൂ മെമ്പേഴ്സിന്റെ ക്രൂവിംഗ് ആരൊക്കെയാണ് അത് പേരുകൾ പഠിച്ചു വെക്കണം. ദെൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം.
പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. നമ്മള് മീൻസ് പഠിക്കാൻ പോകണുള്ളൂ. പേരുകൾ മാത്രം 10 ക്രൂവിന്റെ പേര് മാത്രം നോക്കാം. ഓക്കെ, വായിച്ചില്ലാവരും എന്താണ് ക്രൂവിങ്, ദെൻ ഇതൊക്കെയാണ് ക്രൂ മെമ്പേഴ്സിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ അത്രയും? ദെൻ ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം കേട്ടോ. ഓരോ ക്രൂ മെമ്പേഴ്സിന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് നോക്കാം. എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്, then and whose job is to give early critical care such as cardiopulmonary resuscitation. Underline ചെയ്യാട്ടോ. CPR full form ചോദിക്കും. CPR cardiopulmonary resuscitation. Or applying an automated external defibrillator AED. Underline ചെയ്യാം. Automated external defibrillator. First responders may be sent by ambulance service, may be passers-by, or may be dispatched to the scene from other agencies such as police or fire departments. നോക്കാം, ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കണോ? നോക്കാം. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് അതായത് ഹു പേഴ്സൺ റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് ആദ്യം എത്തുന്ന ഒരു വ്യക്തി, ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ഒരു വഴിയിൽ നിൽക്കുന്ന വഴിയാത്രക്കാരനാവാം, ഒരു പാസഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് ആകാം, അല്ലെങ്കിൽ ഒരു ഫയർ സ്റ്റേഷനിൽ ഫയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫസ്റ്റ് ആ ഒരു ഇൻസിഡന്റ് കാണുന്ന വ്യക്തി, സംഭവ സ്ഥലത്ത് ആദ്യം എത്തുന്ന ഒരു വ്യക്തി. അപ്പോ അത് വന്നിട്ട് എന്ത് ചെയ്യും? ആംബുലൻസ് വിളിക്കുന്നു. ആ വ്യക്തിയാണ് ആംബുലൻസ് വിളിക്കുന്നതും ചിലപ്പോ പെട്ടെന്നുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയറും പരിചരണം ആ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നു. ദെൻ എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ CPR കൊടുക്കേണ്ടതാണെങ്കിൽ CPR കൊടുക്കുന്നു. ദെൻ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ അല്ലെ അപ്ലൈ ചെയ്യും. ഇപ്പൊ ഡിഫിബ്രിലേറ്റർ ഒക്കെ വന്നിട്ട് നമ്മൾ ഡിഫിബ്രിലേറ്റർ എന്താണെന്ന് അറിയാലോ? എന്താ ഡിഫിബ്രിലേറ്റർ? ഞാൻ പറഞ്ഞു തോന്നുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളെ ഹൃദയം നിന്ന് പോകുമ്പോൾ അതിനെ വീണ്ടും നമ്മുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഡിഫിബ്രിലേറ്ററും മറ്റും കൊടുക്കുന്നത് ഈ ഫസ്റ്റ് വരുന്ന വ്യക്തിയാണെന്ന്. അത് മേ ബി പാസേഴ്സ് ആകാം, അത് ആ വഴിയാത്രക്കാരാകാം, അല്ലെങ്കിൽ എന്താണ് പോലീസ് ആകാം. പോലീസ് വണ്ടി ആ സമയത്ത് അവിടെ വന്നു. അപ്പൊ പോലീസ് അവർക്ക് വേണ്ടുന്ന പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ കൊടുത്തു. ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസിൽ അവരും കൂടെ ചേർന്ന് പോകും. ഇപ്പൊ നമ്മള് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്, നിങ്ങൾ കണ്ടു, നമ്മളാണ് ഇപ്പൊ ആംബുലൻസ് വിളിച്ചു. അപ്പൊ നമ്മൾ രക്ഷിച്ച ആളും ചിലപ്പോൾ ആംബുലൻസിൽ കൂടെ പോകേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരാറില്ലേ? നമ്മൾ ഇൻ കേസ് പോകാറുണ്ട്. അങ്ങനെ നമ്മളിപ്പോ നമ്മളാണ് ഇപ്പൊ ഫസ്റ്റ് കണ്ടത്. നമ്മളൊരു ആംബുലൻസ് അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോ വിളിക്കുകയാണെങ്കിൽ പോലും നമ്മൾ കൂടെ പോകും ആ പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇല്ലേ? അപ്പൊ അതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ആ സംഭവ സ്ഥലത്ത് ആദ്യം എത്തുന്ന വ്യക്തി. അപ്പൊ അവർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള CPR ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ AED ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ആംബുലൻസ് ഒക്കെ വിളിക്കുന്ന ആദ്യത്തെ ഒരു വ്യക്തി, ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു വ്യക്തി, ഈ പേഷ്യന്റിനെ രക്ഷിക്കാനായിട്ട് ആദ്യം ആ ഒരു സംഭവ സ്ഥലത്ത് എത്തി ആംബുലൻസ് ഒക്കെ വിളിക്കുമ്പോൾ ആ വ്യക്തിയും കൂടി എന്ത് ചെയ്യും? ആംബുലൻസിലൊപ്പം കയറി പോകും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അതില് പ്രത്യേകം 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. CPR AED ഫുൾ ഫോമുകളും. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പോയിന്റില് CPR AED ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് റെസ്പോണ്ടർ ഓക്കെ ആണോ? യെസ്, എളുപ്പമാണ്, മനസ്സിലാക്കി വായിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് ആംബുലൻസ് ഡ്രൈവർ. അറിയാലോ? നോക്കാം. Some services employ staff without any qualification or just basic first training, whose work is simply drive the vehicle. അല്ലെ? ചില സേവനങ്ങൾക്ക് എംപ്ലോയീസിന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടാന്ന്. ഇപ്പൊ ഒരു ഡ്രൈവർക്കാണെങ്കിൽ ആ ഡ്രൈവർക്ക് ചിലപ്പോ നല്ല ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആള് ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആയിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ടാകും ഇല്ലേ?
അയാൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ വേണമെന്നുണ്ടോ? ഒരു ഡ്രൈവർ അത്യാവശ്യം നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാള്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറാണ്, അപ്പൊ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? ഓർ ജസ്റ്റ് ബേസിക് ട്രെയിനിങ് ഉണ്ട്, അതായത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഡ്രൈവിംഗിൽ. ഹൂസ് വർക്ക് ഈസ് ടു സിംപ്ലി ഡ്രൈവ് ദ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുക, അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. Ambulance drivers may also have training in using the radio and knowing where medical supplies are stored in the ambulance. പിന്നെ പറയുന്നത് ഇവർ ക്വാളിഫൈഡ് ഒന്നല്ല എങ്കിലും അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ ആകുമ്പോൾ ആംബുലൻസിൽ വേണ്ടത് ട്രെയിനിങ് ഉണ്ടായിരിക്കണം എന്ന്. അതായത് യൂസിങ് ദ റേഡിയോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ചു FM റേഡിയോ. FM മീൻസ് നമ്മുടെ ആ ഒരു റേഡിയോ ട്രാൻസ്മിഷൻ, ഇപ്പൊ ഡോക്ടറെ കണക്ട് ചെയ്യാനും വിളിക്കാനും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഒപ്പറില്ലേ? ഇപ്പൊ ഡോക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാനോ ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്യാനോ ആ ഒരു റേഡിയോ ടെലികമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അറിഞ്ഞിരിക്കണം. Then where medical supplies are stored in ambulance, മെഡിക്കൽ ഉപകരണങ്ങളും മെഡിക്കൽ സപ്ലൈസ് സാധനങ്ങൾ ആംബുലൻസിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് കൂടി അറിവ് അവർക്കുണ്ടായിരിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ക്വാളിഫൈഡ് ഒന്നും വേണ്ട, പക്ഷെ അത്യാവശ്യമായിട്ടുള്ള നമ്മൾ ഇങ്ങനെയുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷനും ദെൻ എവിടെയൊക്കെയാണോ ആംബുലൻസിന്റെ ഉള്ളിൽ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു അറിവും ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ആംബുലൻസ് ഡ്രൈവർ അദ്ദേഹത്തിന് ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, അദ്ദേഹത്തിന് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അറിഞ്ഞിരിക്കണം, മെഡിക്കൽ സപ്ലൈസ് എവിടെയാണ് വെച്ചിരിക്കുന്നത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ആംബുലൻസ് ഡ്രൈവർ, ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളെയാണ് നമ്മൾ നോക്കുന്നത്, നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ്, this role has different levels of training across the world, but these staff are commonly only needed to carry out patient transport duties. ഈ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത് അവര് പല റോള് മീൻസ് അവർക്ക് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ട്രെയിനിങ് ആണ്. ചിലർക്ക് നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് പലതരത്തിലുള്ള ചില സേവനങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ട്രെയിനിങ്സ് ലഭിച്ചവരായിരിക്കുന്നു. മെയിൻ ആയിട്ട് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പേഷ്യന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന്. എന്തൊക്കെയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്? വിച്ച് ക്യാൻ ഇൻക്ലൂഡ് സ്ട്രക്ചർ ഓർ വീൽ ചെയർ കേസസ് റാദർ ദാൻ അക്യൂട്ട് കെയർ. റാദർ ദാൻ അക്യൂട്ട് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ഒന്നുമല്ല, അല്ലാത്ത തരത്തിലുള്ള പേഷ്യൻസ്. ഇപ്പോ ഒരു സ്ട്രക്ചർ വീൽ ചെയർ ഒക്കെ ആവശ്യമായിട്ടുള്ള കേസസ് ഉണ്ടല്ലോ. സോ ആ ഒരു ടൈമിൽ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ് ഡിഫറെന്റ്, അവർക്ക് ട്രെയിനിങ്സ് പലതരത്തിലായിരിക്കും ട്രെയിനിങ്സ് ഉള്ളത്. അതായത് ഒരു നേഴ്സ് ആയിരിക്കണമെന്നൊന്നുമില്ല, നേഴ്സ് ആയിരിക്കണമെന്നില്ല, ഒരു അത്യാവശ്യം അറ്റൻഡർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാവും പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പൊ സ്ട്രക്ചറും വീൽ ചെയർ ഒക്കെ ആവശ്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതൊക്കെ കൊടുക്കുക, അവരതിൽ ഇരുത്തുക, അല്ലെങ്കിൽ സ്ട്രക്ചറിലൊക്കെ കിടത്തി മീൻസ് ഹോസ്പിറ്റലിലേക്ക് ഇറക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുക. Then depend on provider, they may be instructed in first aid or extended skill such as use of an AED മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റർ ഒക്കെ നമ്മൾ കൊടുക്കാനോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ കൊടുക്കാനും, ഓക്സിജൻ തെറാപ്പി ഇപ്പൊ നമ്മൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനും, ദെൻ അത് ലൈഫ് സേവിംഗ് ഓർ വാലിയേറ്റീവ് സ്കിൽസ്, അതായത് ജീവൻ രക്ഷിക്കാനായിട്ട് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോൺ എമർജൻസി അറ്റൻഡന്റ് കൂടെ പോകുന്നത്. ഓക്കെ, അതായത് അവര് നഴ്സിംഗ് സ്റ്റാഫുകളൊന്നും ഇല്ല എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്യാവശ്യം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള വ്യക്തികൾ. They may give emergency cover when other units are not obtainable or when accompanied by fully qualified technician or paramedic. അതായത് they may give an emergency cover. എമർജൻസി കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇപ്പോ ഓക്സിജൻ മാസ്ക് വെക്കാനോ അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യനോ അല്ലെങ്കിൽ പാരാമെഡിക് കൂടെ ഉള്ളവർക്ക് മാത്രം അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ.
ഓക്കെ. അല്ലാതെ വരുന്ന ഇപ്പൊ സ്ട്രക്ചറിലോ വീൽ ചെയറിലോ പേഷ്യൻസിനെ കൊണ്ടുപോകാനും എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് സ്വയമേ ചെയ്യാം. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി കവർ, അതായത് ഒരു പേഷ്യന്റിന് ആ ഒരു എമർജൻസി നമ്മൾ ജീവൻ രക്ഷാ പ്രവർത്തനം കൊടുക്കുമല്ലോ എമർജൻസി ആയിട്ടുള്ളത്, അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റില്ലാണ്. അങ്ങനെ അവർക്ക് കൊടുക്കണമെങ്കിൽ അവിടെ ഒരു ഡോക്ടറിന്റെ സാന്നിധ്യമോ ടെക്നീഷ്യനും പാരാമെഡിക് ഉണ്ടെങ്കിൽ മാത്രം അവർ പറയുന്നത് അനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പാടുള്ളൂ. നോർമലായിട്ട് വരുന്ന ക്രിട്ടിക്കൽ അല്ലാത്ത ഇതുപോലെ വീൽ ചെയറും സ്ട്രക്ചറൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ അവർക്ക് അത് സാധിക്കും. അവർക്ക് അതിനുള്ള ട്രെയിനിങ്സ് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണോ? ഒരു പ്രാവശ്യം കൂടി പറയണോ? സെന്റൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മീൻസ് കുറച്ച് അവരോട് മാറിപ്പോരെ ഒരു പ്രാവശ്യം കൂടി പറയാം. ഓക്കെ, എനിക്ക് മനസ്സിലായി. എനിക്ക് അറിയാം നിങ്ങൾക്ക് പെട്ടെന്ന് ചിലർക്ക് അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടാകും, ചിലർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം ഈ പോയിന്റ്സുകളെല്ലാം ഏകദേശം നമുക്ക് വായിക്കുമ്പോൾ ഒരേപോലെ ഫീൽ ചെയ്യും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാൻ ശ്രദ്ധിക്കാം. നോൺ എമർജൻസി അറ്റൻഡന്റ്, അതായത് നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ അറ്റൻഡർമാരുണ്ടാവും. ഈ അറ്റൻഡർ എന്ന് പറയുന്നത് അവർക്ക് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ട്രെയിനിങ്, പല രീതിയിലുള്ള ട്രെയിനിങ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും. അപ്പൊ അവർക്ക് ബേസിക് ആയിട്ട് ഒരു മെയിൻ ആയിട്ട് ആംബുലൻസിൽ ഇവർ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റിന്റെ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യാനാണ് നോൺ എമർജൻസി അറ്റൻഡ് കൂടെ പോകുന്നത്. അതായത് ഇപ്പോ സ്ട്രക്ചറിനും വീൽ ചെയർ കേസസ് ഒക്കെ ആണെങ്കിലുള്ള വീൽ ചെയറിന് ഇറക്കാനോ സ്ട്രക്ചറിൽ നിന്ന് പേഷ്യന്റിനെ ഇറക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ദെൻ അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെ ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റർ ഒക്കെ കൊടുക്കാനും സാധിക്കുന്നു, ഓക്സിജൻ ഒക്കെ കൊടുക്കാനും സാധിക്കും. ദെൻ പിന്നെ പറയുന്നത് എമർജൻസി കേസ് ആണെങ്കിൽ, അതായത് ഇപ്പൊ ഇത്തിരി ക്രിട്ടിക്കലൊക്കെ ആവുകയാണെങ്കിൽ അതിനുള്ള എമർജൻസി കവർ മീൻസ് എമർജൻസി ആയിട്ടുള്ള ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇവർക്ക് തനിയെ കൊടുക്കാൻ പാടില്ലാതെ പകരം എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനും പാരാമെഡിക് ഉണ്ടെങ്കിൽ മാത്രം അവരുടെ ഒപ്പം ഒന്ന് ഹെൽപ്പായിട്ട് നിൽക്കാണ്. ബാക്കി വീൽ ചെയറിന്റെ കേസോ നോർമൽ ആയിട്ടുള്ള കേസുകളൊക്കെ ഇവർക്ക് അസിസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയോ? നോൺ എമർജൻസി അറ്റൻഡന്റ് ഓക്കെ ആണോ? ക്ലിയർ. ഓക്കെ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ടോ? എല്ലാം ഒരുപോലെ ഒന്നുമല്ല, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപോലെ ഫീൽ ചെയ്യും, പക്ഷെ ഉള്ളിലെ പോയിന്റ്സുകൾ വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അണ്ടർലൈൻ ചെയ്യുന്നത് അതനുസരിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് 3 ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. ഒരുപാട് ഞാൻ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആകണ്ട, എടുത്തത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഫസ്റ്റ് റെസ്പോണ്ടർ നോക്കുക, ആംബുലൻസ് ഡ്രൈവർ, ദെൻ നോൺ എമർജൻസി അറ്റൻഡന്റ്. 3 വായിച്ചു നോക്കുക കേട്ടോ. CPR നമ്മള് ഫുൾ ഫോം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പ്രത്യേകം ഞാൻ പറയണ്ടല്ലോ, അണ്ടർലൈൻ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാ ചാപ്റ്ററിലും ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് ആണ്. കംപ്ലീറ്റ് ചെയ്തല്ലോ അവരും?
3 പോയിന്റ്സ് വായിച്ചോ? ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്. കംപ്ലീറ്റ് ചെയ്യാനുള്ളവർ പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഫസ്റ്റത്തെ 3 നോക്കിയാണോ? ക്ലിയർ ആണോ വായിച്ചിട്ട്? കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ തോന്നാം, ഒരുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആംബുലൻസിൽ ഇവർ എല്ലാവരും തന്നെ ഉണ്ടാവണമെന്നില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മെമ്പേഴ്സ്, മിനിമം 2 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി 4മതായിട്ട് നമ്മൾ നോക്കുന്നത് എമർജൻസി കെയർ അസിസ്റ്റന്റ്. അടുത്തൊരു അസിസ്റ്റന്റ് ആണ്, നോക്കാം. ഫ്രണ്ട് ലൈൻ ആംബുലൻസ് drivers who arrive at occurrences in both emergency and non-emergency situations. അതായത് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് ലൈൻ ആംബുലൻസിലുള്ള ആംബുലൻസ് ഡ്രൈവേഴ്സ് ഹു അറൈവ് അറ്റ് ഒക്യൂറൻസ് ഇൻ ബോത്ത് എമർജൻസി ആൻഡ് നോൺ എമർജൻസി സിറ്റുവേഷൻ. അതായത് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ആംബുലൻസിലെ പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യാനാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് കൂടെ പോകുന്നത്. പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യുക, അത് എമർജൻസി ആണെങ്കിലും നോൺ എമർജൻസി ആണെങ്കിലും അസിസ്റ്റ് ചെയ്യുക. Then their job is to help technician or paramedic. അവരുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാരെയും, ആംബുലൻസിലെ ടെക്നീഷ്യന്മാരുണ്ടാവും, പാരാമെഡിക് ഉണ്ടാവും, അവരെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യണം? They are working with carry out their duties such as making up medication, medicines ഒക്കെ എടുത്തു കൊടുക്കാനും, setting up fluids, fluid ഒക്കെ മീൻസ് നമ്മള് ഇഞ്ചക്ഷൻ ഒക്കെ ഉള്ള മെഡിസിൻ ഒക്കെ റെഡിയാക്കി കൊടുക്കാണ്, ബട്ട് നോട്ട് അറ്റാച്ചിങ്. അവര് റെഡിയാക്കി മാത്രം കൊടുക്കുക, ഇഞ്ചക്ഷൻ ഒന്നും എടുക്കേണ്ടതില്ല. ഇതിനുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക. ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻ, പേഷ്യന്റിനൊക്കെ നിരീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് പാരാമെഡിക് ചെയ്യേണ്ട ഡ്യൂട്ടികളിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്, അസിസ്റ്റ് ചെയ്യാണ്. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി പറയാം. എമർജൻസി കെയർ അസിസ്റ്റന്റ്. എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എമർജൻസി കേസ് ആണെങ്കിലും നോൺ എമർജൻസി കേസ് ആണെങ്കിലും പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുക, ആംബുലൻസിലുള്ള പേഷ്യന്റിനെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അവര് പോകുന്നത്. ദെൻ അവര് മെയിൻ ആയിട്ട് നമ്മുടെ ആംബുലൻസിലുള്ള ടെക്നീഷ്യന്മാരും അതുപോലെ തന്നെ പാരാമെഡിക് ഉണ്ടാവും, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്. എങ്ങനെയൊക്കെ? ഇപ്പോ മെഡിസിൻസുകൾ എടുത്തു വെക്കുക, ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുള്ള ഇഞ്ചക്ഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക, ദെൻ പേഷ്യന്റിനെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെയുള്ള ഡ്യൂട്ടികളൊക്കെയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത്രേ അവിടെ പറയുന്നുള്ളൂ. എല്ലാത്തിനെയും അസിസ്റ്റ് ചെയ്യാവുന്നത്, ഹെൽപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? എല്ലാവരും ഹെൽപ്പ് ചെയ്യാന്ന് തന്നെയാണല്ലോ മിസ്സേ പറഞ്ഞിരിക്കുന്നതെന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത് എല്ലാവരും. ആണോ? വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലെ? പലവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. പേരുകൾ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് മാത്രം, ഓരോ മെമ്പേഴ്സിനും ഇങ്ങനെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം സിമിലർ ഒക്കെയാണ്. എല്ലാവരും ചെയ്യുന്നത് എന്താണ്? പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഓരോ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേരുകൾ പറയുന്നത്. ഓക്കെ, ദെൻ 5മത്തെ നോക്കാം. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. Technicians are generally able to do a wide range of emergency care skills such as defibrillation, spinal immobilization, bleeding control, splinting of suspected fractures, helping patient with some medication and oxygen therapy. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരു വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി കെയർ സ്കിൽസ് അറിഞ്ഞിരിക്കണം എന്ന്. അതായത് ഒരു എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ നോക്കാനുള്ള പല കഴിവുകളും ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസിന് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണെന്ന്? സച്ച് ആസ് ഡിഫിബ്രിലേഷൻ കൊടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ. എന്താ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാല്?
പേര് കണ്ട് പേടിക്കണ്ട. സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താ പറയാ, നട്ടലിനൊക്കെ ഭയങ്കര മാരകമായിട്ട് പരിക്ക് പറ്റിയിട്ടുള്ള വ്യക്തികൾ, ആളുകൾ, ഇപ്പൊ ചിലപ്പോ അവര് മീൻസ് ഭയങ്കരമായിട്ടുള്ള, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും മാരകമായിട്ടുള്ള, അതായത് അവർക്ക് ചില മീൻസ് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അതായത് നട്ടലൊക്കെ ഭയങ്കരമായിട്ട് അതിന് നട്ടലിന് ഒടിവോ അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ആൾക്ക് എണീക്കാനോ മീൻസ് ആളൊരു നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അതായത് ആളനങ്ങാൻ പാടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്ന് കെയർ ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബ്ലീഡിങ് കൺട്രോൾ, ഇപ്പൊ ബ്ലീഡിങ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ദെൻ സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്, ഇതുപോലെ എല്ലുകളും മറ്റുമൊക്കെ ഒടിവുകൾ, കൈകാലുകളൊക്കെ മറ്റും ഒടിഞ്ഞ്, നമ്മൾ പറയാറില്ല ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ ഭയങ്കരമായിട്ട് ഒടിഞ്ഞ് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുള്ള പേഷ്യൻസ്. ദെൻ എന്താണ്, പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻ ആൻഡ് അത്യാവശ്യം മെഡിക്കേഷൻ ഒക്കെ കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്സിജൻ തെറാപ്പി, ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്ന പേഷ്യന്റിന് ഓക്സിജൻ തെറാപ്പി, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് അതിനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. ഡിഫിബ്രിലേഷൻ, സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, ബ്ലീഡിംഗ്, then splitting suspected fractures. Then certain countries split this term into levels, such as in the US, where their EMT എന്ന് പറഞ്ഞാൽ ആരാണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അണ്ടർലൈൻ ചെയ്യണേ, EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അപ്പൊ ഇവിടെ പറയുന്നത്, ചില നമ്മളുടെ ഇവിടെയാണെങ്കിൽ നോർമൽ ആയിട്ട്, ഇന്ത്യയിലും അങ്ങനെ നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ EMT തന്നെയാ പറയുന്നത്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. പക്ഷെ ചില കൺട്രീസിൽ, ഇപ്പൊ US ആണെങ്കിൽ അവർ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ടത്. ബേസിക് EMTയും അല്ലെങ്കിൽ EMT ഇന്റർമീഡിയറ്റും. ടെക്സ്റ്റ് ബുക്കിൽ EMT തന്നെയാണോ രണ്ടും കിടക്കുന്നത്? I എന്ന് വല്ലതുണ്ടോ? വ്യത്യാസം എന്തെങ്കിലും ഒന്ന് നോക്കണേ. EMI എന്ന് വല്ലതും എഴുതിയിട്ടുണ്ടോ? അയിനാണ്. ഓക്കെ, അത് EMT ആണ് കേട്ടോ, വ്യത്യാസമുണ്ടേ, ഒരു പ്രിന്റിങ്ങിലോ മിസ്റ്റേക്ക് ആണ്. EMT എന്നാക്കാം കേട്ടോ, I എന്നാണ്. ഓക്കെ, EMT എന്ന് തന്നെയാക്കാം. അതായത് നോർമലി നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ EMT എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ US ആണെങ്കിൽ ചില കൺട്രീസിൽ അതിന് തന്നെ ഒരു രണ്ടായിട്ട് പറയുന്നുണ്ടെന്ന്. അതായത് ബേസിക് EMT, അതായത് അടിസ്ഥാന കുറച്ച് ട്രെയിനിങ്സ് ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് ബേസിക് EMTയും. ദെൻ EMT ഇന്റർമീഡിയറ്റ്സ്, അതായത് അത്യാവശ്യം കുറച്ചും കൂടിയുള്ള ട്രെയിനിങ്സും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണ് EMT ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അപ്പോ EMI അല്ല T ആക്കാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് I അല്ല T എന്നാക്കാം കേട്ടോ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇന്റർമീഡിയറ്റ്. ഓക്കെ, EMT അല്ല, EMT തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ EMT ആ ഒരൊറ്റ ഒരു എന്താ പറയാ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആ ഒരു പോസ്റ്റ് അങ്ങനെയാ പറയുന്നത് ക്വാളിഫിക്കേഷൻ. പക്ഷെ ചില കൺട്രീസിൽ, അതായത് ഇപ്പൊ US ആണെങ്കിൽ രണ്ടായിട്ട് പറയുന്നത്, EMT ബേസിക് ഉണ്ട്, EMT ഇന്റർമീഡിയറ്റ് ഉണ്ടെന്ന്. അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ്സും കാര്യങ്ങളും ലഭിച്ച വ്യക്തിയാണെങ്കിൽ EMT ബേസിക് എന്ന് വിളിക്കും. ദെൻ കുറച്ചും കൂടി ട്രെയിനിങ് ഉണ്ടെങ്കിൽ എമർജൻസി അല്ലെങ്കിൽ EMT ഇന്റർമീഡിയറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, EMI അല്ല, അത് T ആകാം കേട്ടോ. ക്ലിയർ ആണോ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി കെയർ അസിസ്റ്റന്റ് വായിച്ചായിരുന്നോ? 4ാമത്തെ പോയിന്റ് വായിച്ചോ? നിങ്ങള് വായിപ്പിച്ചോ? ഞാൻ 3 വരെയല്ലേ നമ്മൾ വായിച്ചത്? വായിച്ചിട്ടില്ല? വായിച്ചോ? കുറച്ച് പേര് വായിച്ചില്ല എന്ന് പറഞ്ഞു. ഓക്കെ, 4ഉം 5ഉം പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എമർജൻസി കെയർ അസിസ്റ്റന്റും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും 4ഉം 5ഉം പോയിന്റ് ഒന്ന് വായിക്കാം. മനസ്സിലാക്കി വായിക്കണേ, മനസ്സിലാക്കി പഠിക്കുക, വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചോളൂ.
കംപ്ലീറ്റ് ചെയ്തോ? നാലാമത്തെയും അഞ്ചാമത്തെയും പോയിന്റ് വായിച്ചിട്ട് ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ നോക്കാം കേട്ടോ. ഇനി ആറാമത്തെ പറയുന്നതാണ് രജിസ്ട്രേഡ് നേഴ്സ്. രജിസ്ട്രേഡ് നേഴ്സ് നോക്കാം കേട്ടോ. In certain systems, nurses are the principal providers of advanced level care on ambulance. അല്ലെ, ചില സാഹചര്യങ്ങളിൽ ഈ നഴ്സുമാരാണ് ആംബുലൻസിൽ പ്രാഥമിക കെയർ പരിചരണം കൊടുക്കുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ. അപ്പൊ പ്രാഥമിക കെയർ, അതായത് മെയിൻ ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കെയർ കൊടുക്കുന്നത് ചില സാഹചര്യങ്ങളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സ് ആയിരിക്കും. Usually in place of paramedics, like usually in place of paramedics. പാരാമെഡിക്സിന്, അതായത് ചില സാഹചര്യങ്ങളിൽ പാരാമെഡിക്സിന് പകരം നമ്മൾ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടർ ആയിട്ടൊക്കെ നമ്മൾ പ്രാഥമിക പരിചരണം കൊടുക്കുന്നത് ആരായിരിക്കും? രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും. Nurses may also work on ambulance for critical care transport. ക്രിട്ടിക്കൽ കെയർ ആയിട്ട് കൊണ്ടുപോകുന്ന പേഷ്യന്റിനെ ക്രിട്ടിക്കൽ കെയർ ആയിട്ട് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിനാണ് നമുക്ക് നഴ്സസ്മാർ മെയിൻ ആയിട്ട് വേണ്ടത്. നോർമൽ അല്ല, കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. കാരണം അവർക്ക് അത്യാവശ്യം പ്രാഥമികമായിട്ടുള്ള ചികിത്സയും കെയർ ഒക്കെ കൊടുക്കാനായിട്ട് രജിസ്റ്റേർഡ് നഴ്സിന് മാത്രം സാധിക്കുകയുള്ളൂ. ഒരു പാരാമെഡിക്കിനാണെങ്കിൽ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല. സോ രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും ക്രിട്ടിക്കൽ കെയർ ആംബുലൻസിൽ പോകേണ്ടത്. ക്ലിയർ ആണോ? രജിസ്റ്റേർഡ് നഴ്സ് ക്രിട്ടിക്കൽ കെയറിൽ രജിസ്റ്റേർഡ് നഴ്സ് ഉണ്ടായിരിക്കണം എന്ന് നമ്മളോട് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി പാരാമെഡിക്കിനെ കുറിച്ചാണ് പറയുന്നത്. പാരാമെഡിക് this is a high level of medical training and often comprised of skills not allowable for technicians, such as cannulation, and with the ability to administer the range of drugs such as morphine, tracheal intubation, and other skills such as executing cryotherotomy. നോക്കുക, പാരാമെഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ട്രെയിനിങ്, ഹൈ ലെവലിലുള്ള മെഡിക്കൽ ട്രെയിനിങ്സ് ലഭിച്ച വ്യക്തികളാണ്. അതായത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ പറയും, കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോ GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഒന്നും അല്ല, നഴ്സിംഗ് അസിസ്റ്റന്റ്. എങ്കിലും അവർക്ക് അത്യാവശ്യം ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ഒരു പേഷ്യന്റിനെ പരിചരിക്കാനായിട്ടുള്ള അത്യാവശ്യം ട്രെയിനിങ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളവരായിരിക്കും. സോ ഇവിടെ പറയുന്നത് സ്കിൽസ് നോട്ട് അലവബിൾ ഫോർ ടെക്നീഷ്യന്മാരെ പോലെയും എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? കാനുലേഷൻ അല്ലെ, നമ്മള് എന്താണ് ANM ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫ്, ANM എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ട്രെയിനിങ്സ് ലഭിച്ചിട്ടുണ്ട്, അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത്യാവശ്യം പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇനി പറയുന്നത്. നോക്കാം, അതായത് ടെക്നീഷ്യന്മാർക്ക് അറിയാത്ത പല കഴിവുകളും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ടെക്നീഷ്യന്മാർക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ ഈ പാരാമെഡിക്കിന് അതിൽ കൂടുതലായിട്ടുള്ള ട്രെയിനിങ്സ് കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ളതിനാൽ അവർക്ക് അത്യാവശ്യം പേഷ്യൻസിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറ്റുന്നത്. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. such as cannulation, കാനുലൊക്കെ കൊടുക്കൂലേ? കാനുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഞരമ്പിൽ കൂടി അല്ലെ, ഇപ്പൊ പേഷ്യന്റ് നമ്മുടെ വെയിൻ വഴിയിലെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്, നമ്മൾ ഡ്രിപ്പ് ഒക്കെ ഇടുമ്പോൾ വെയിനിൽ ഇടൂലേ, അതിന് കാനുലേഷൻ കൊടുക്കാനായിട്ട് അവർക്ക് കഴിയും. Then range drugs of morphine, ഫോർ എക്സാമ്പിൾ ആണ്. മോർഫിൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ ആണ്, അതായത് ഒരു പെയിൻ കില്ലർ ഒക്കെ പോലുള്ളത് കാനുലേഷൻ വഴി പേഷ്യന്റിന് നമുക്ക് കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിയും, പാരാമെഡിക്കിന് കഴിയും. Then tracheal intubation, ട്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ ആ ട്യൂബും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനും നോക്കാനൊക്കെ അതിനുള്ള ട്രെയിനിങ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. Then such as executing a cryotherotomy. Cryotherotomy എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയില തൈറോയിഡ് ഗ്രന്ഥിയാണ് ഈ ക്രൈക്കോതെറോട്ടമി എന്ന് പറയുന്നത്. അതായത് ഇതുപോലെ തൊണ്ടയിലൂടെ ട്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പാരാമെഡിക്കിന് കഴിയുന്നത്. ഓക്കെ, ഇതെന്താണെന്നത് അറിഞ്ഞിരിക്കാം, ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല കേട്ടോ. ക്രൈക്കോതെറോട്ടമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയിലുള്ള നമ്മുടെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്ക് എന്താണ്
നമ്മൾ ട്യൂബ് ഇടുമല്ലോ, കുപ്പിയുടെ വായിലൂടെ ഒക്കെ ട്യൂബ് ഇടല്ലേ പേഷ്യൻസിന്. സോ ഇങ്ങനെ ട്യൂബ് ഇടുന്ന പേഷ്യൻസിനൊക്കെ ഇവർക്ക് മീൻസ് അവർക്ക് നോക്കാനായിട്ട് അതിനുള്ള ട്രെയിനിങ്സ് ഉണ്ടെന്ന്. ചിലപ്പോൾ അത് ഒരുപക്ഷെ ടെക്നീഷ്യന്മാർക്ക് അറിയില്ലായിരിക്കും ട്യൂബ് ഇടാനോ അല്ലെങ്കിൽ എന്താണ് കാനുലറി കൊടുക്കാനോ, അതൊന്നും ചിലപ്പോൾ ടെക്നീഷ്യന്മാർക്ക് അറിയില്ല. പക്ഷെ പാരാമെഡിക്കിന് അതിനുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രയാങ്കിൾ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വായിൽ കൂടി മൂക്കിൽ കൂടി ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ചാപ്റ്റർ എടുത്തായിരുന്നോ? എടുത്തോ? സ്റ്റാർട്ട് ചെയ്തോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എടുത്തോ? ഇല്ല. ഓക്കെ. അതിൽ നമ്മൾ ഈ ട്യൂബുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ ചോദിച്ചത്. ട്രയാക്ടൽ ട്യൂബ് ഒക്കെ നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ. ട്യൂബ് ഇടുന്നതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നീഷ്യൻസിന് അറിയാൻ പാടില്ലാതെ ഒത്തിരി ട്രെയിനിങ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. കാനുല ഇടാനും അല്ലെങ്കിൽ എന്താണ് നമുക്ക് ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസിനെയൊക്കെ നോക്കാനൊക്കെ അവർക്ക് അതിനുള്ള ട്രെയിനിങ്സും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് നഴ്സ്, പാരാമെഡിക് നഴ്സ്. ഇത് രണ്ടും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. രജിസ്റ്റേർഡ് നഴ്സും വായിക്കണം, പാരാമെഡിക്കും വായിക്കണേ. ഈ പോയിന്റ്സുകളൊക്കെ ഏകദേശം സിമിലർ ആയിട്ട് തോന്നുന്നു നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും എടുത്തതിന് ശേഷം നിങ്ങളോട് വായിക്കാൻ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, വായിച്ചോ? രജിസ്റ്റേർഡ് നഴ്സും പാരാമെഡിക്കും. ഓക്കെ, ക്ലിയർ ആണോ രണ്ടും? ഓക്കെ, then next one, എമർജൻസി കെയർ പ്രാക്ടീഷണർ. അടുത്ത ആളാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. നോക്കാം. This position is outlined to bridge the link between ambulance care and the care of general practitioner. ഈ ഒരു പൊസിഷൻ, അതായത് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ദ ലിങ്ക് ബിറ്റ്വീൻ ആംബുലൻസ് കെയർ ആൻഡ് കെയർ ഓഫ് ജനറൽ പ്രാക്ടീഷണർ. അതായത് ആംബുലൻസ് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ആംബുലൻസ് ഡ്രൈവർ ആണ്. ടെക്സ്റ്റിലൊന്നും വേർഡൊന്നും എഴുതി വെക്കണേ, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അതുകൊണ്ടാണ് കേട്ടോ. ആംബുലൻസ് കെയർ എന്ന് എഴുതിയിട്ടില്ലേ, അവിടെ ഒന്ന് ആംബുലൻസ് ഡ്രൈവർ എന്ന് എഴുതി വെക്കുക മുകളിൽ. ആൻഡ് ദ കെയർ ഓഫ് ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ. ആംബുലൻസ് ഡ്രൈവറും ഡോക്ടറും തമ്മിൽ ഒരു ലിങ്ക് ഉള്ള ഒരു വ്യക്തിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. എഴുതി വെച്ചോ? ആംബുലൻസ് കെയറിന്റെ അവിടെ പോയില്ല, ആംബുലൻസ് ഡ്രൈവർ എന്ന് എഴുതാം. ജനറൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടേഴ്സ്, ഡോക്ടർ. അപ്പൊ ഈ ആംബുലൻസ് ഡ്രൈവറും ഡോക്ടേഴ്സും തമ്മിൽ ഒരു ലിങ്ക് ഉള്ള ഒരു വ്യക്തിയാണ്. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോണ്ടാക്ട് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ ക്ലിയർ ആയി ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ലൈൻ വായിക്കാം. നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്.
The position is outlined to bridge the link between ambulance driver and general practitioner or doctor. Ambulance driver ഡോക്ടറുമായിട്ട് നല്ലൊരു ലിങ്ക് ഉള്ള ഒരു വ്യക്തിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. ഓക്കെ ആയില്ലേ? പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ. Then ECPS, emergency care practitioner, are already eligible paramedics who have gone through further training. അദ്ദേഹം പാരാമെഡിക്കൽ ഓൾറെഡി എലിജിബിൾ ആണ്. Then further trainings ഉണ്ട്. Are trained to dictate medicine for longer period care, such as antibiotics, as well as being trained in a range of additional diagnostic techniques. അപ്പൊ അദ്ദേഹം പാരാമെഡിക്കൽ ട്രെയിനിങ് ഉള്ള വ്യക്തിയാണ്, എലിജിബിൾ ആണ്, പാരാമെഡിക്കൽ എലിജിബിൾ ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ഫർദർ ട്രെയിനിങ്സും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. Then trained to dictate medicine for longer period care. അതായത് ഇപ്പൊ നമ്മള് ആംബുലൻസില് ഒരു ലോങ്ങർ പീരീഡില് ഒത്തിരി ദൂരത്തുള്ള യാത്രയാണ്, പേഷ്യൻസിനെ കൊണ്ട് കുറച്ച് ലോങ്ങർ പീരീഡ് ഒക്കെ ആണെങ്കിൽ മെഡിസിൻസ് ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിസിൻസ് നിർദ്ദേശിക്കാനൊക്കെ അദ്ദേഹത്തിന് പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് പാരാമെഡിക് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ഫർദർ ആയിട്ടുള്ള ട്രെയിനിങ്സ് ഉണ്ട്. ദെൻ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കേണ്ട മറ്റു അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സുകൾ, മറ്റു ടെസ്റ്റുകൾ, രോഗനിർണയ ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ട്രെയിനിങ് ഉണ്ട്. ആന്റിബയോട്ടിക് നിർദ്ദേശിക്കാം, ദെൻ അഡീഷണൽ ആയിട്ട് മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും നിർദ്ദേശിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? എമർജൻസി കെയർ പ്രാക്ടീഷണർ ആരാണെന്ന് ഒന്നുകൂടി പറയാം. ആംബുലൻസ് ഡ്രൈവറും ദെൻ എന്താണ് ഡോക്ടേഴ്സും തമ്മിൽ ലിങ്ക് ഉള്ള ഒരു വ്യക്തിയാണ്. ദെൻ അദ്ദേഹം പാരാമെഡിക്കൽ എലിജിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ പോകുന്ന ലോങ്ങർ പീരീഡിലെ പേഷ്യൻസിന് മെഡിസിൻസ് ഒക്കെ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു. ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാം. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്സുകൾ, മീൻസ് എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം ഡോക്ടറെ വിളിക്കുന്നു, അല്ലെ? ഡോക്ടറായിട്ട് ലിങ്ക് ഉണ്ടല്ലോ. ക്ലിയർ ആണോ? എമർജൻസി കെയർ പ്രാക്ടീഷണർ ഓക്കെ ആണോ? എളുപ്പമാണ്, മനസ്സിലാക്കി വായിച്ചാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോ നോക്കാം കേട്ടോ, എമർജൻസി കെയർ പ്രാക്ടീഷണർ. ദെൻ ഇനി ലാസ്റ്റ് രണ്ടെണ്ണം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വായിക്കാം. ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആരാണെന്ന് നോക്കാം കേട്ടോ. Physician assistant are seen mainly in English speaking countries, are known as physician associate in some countries. അതായത് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുള്ള ഒരു പോസ്റ്റ് ഉള്ളത് നമ്മുടെ ഇവിടേക്കാളും കൂടുതലായിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, അതായത് യൂറോപ്യൻ കൺട്രീസിലാണ് ഇങ്ങനെയുള്ളൊരു ഗ്രൂവില് നമ്മളൊരു ഇങ്ങനെ ഒരു വ്യക്തിയെ പറയുന്നത്. നമ്മളുടെ ഇവിടങ്ങളിൽ അങ്ങനെ പറയാറില്ല. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്, അല്ലെങ്കിൽ നോൺ ആസ് ഫിസിഷ്യൻ അസോസിയേറ്റ്സ് അങ്ങനെയും പറയുന്നത്. ഫിസിഷ്യൻ assistants mirror the practice of a physician and are able to provide range of medical skills as a physician provided. ഒരു ഫിസിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ സെയിം കാര്യങ്ങൾ ഫിസിഷ്യന്റെ അസിസ്റ്റന്റിനും ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ഡോക്ടർ എങ്ങനെയാണോ ആ ഫിസിഷ്യന്റെ പോലെ തന്നെ അത്രയും സ്കിൽസും അറിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഓക്കെ, they normally work in dissociation with a physician, though in an ambulance environment this may not be possible. Instead, അതായത് ഇവിടെ പറയുന്നത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ് ഇങ്ങനെയുള്ള ഒരു പേര് വരുന്നത്. അതായത് നമ്മുടെ ഇവിടെ അങ്ങനെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുള്ളൊരു എന്താ പറയാ അങ്ങനെ ഒരു പേഴ്സണൽ ഇല്ല. യൂറോപ്യൻ കൺട്രീസിലാണ് ഇത് പറയുന്നത്. ദെൻ ഫിസിഷ്യൻ അസോസിയേറ്റ്സ് എന്നും വിളിക്കുന്നു. അപ്പോ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിഷ്യൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് പേഷ്യൻസിന് വേണ്ടി ഏകദേശം അതുപോലെ തന്നെ ഫിസിഷ്യന്റെ ആ ഒരു കാര്യങ്ങൾ തന്നെ ഫിസിഷ്യൻ എന്തൊക്കെ ചെയ്യുന്നോ ആ സെയിം കാര്യങ്ങൾ തന്നെ ഈ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു ആംബുലൻസിൽ പിന്നെ പറയുന്നത് നോക്കി, ഒരു ആംബുലൻസിൽ ഈ രണ്ട് വ്യക്തികളുടെ ആവശ്യമില്ലാന്ന് രണ്ടുപേരും വരേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഫിസിഷ്യൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക. രണ്ടുപേരുടെയും കൂടി അവിടെ സാന്നിധ്യം ആവശ്യമില്ലാന്ന്. Then advanced direction or electronic communication is available
to physician assistant to consult with the physician when needed. ഇനി in case ഒരു ആംബുലൻസിൽ ഡോക്ടർ ഇല്ല, ഫിസിഷ്യൻ ഇല്ല, ഫിസിഷ്യന്റെ അസിസ്റ്റന്റ് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഇനി മേ ബി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് വഴി ആള് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ത് ചെയ്യും, ഡോക്ടറെ ഫിസിഷ്യനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എങ്ങനെയാണോ ഒരു ഫിസിഷ്യൻ, അതുപോലെ തന്നെ ഫിസിഷ്യന്റെ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഫിസിഷ്യൻ അസിസ്റ്റന്റിനും സാധിക്കും. അതിനാൽ ഒരു ആംബുലൻസിൽ രണ്ടുപേരും വേണമെന്നില്ല. ഒന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് മതി, അല്ലെങ്കിൽ ഫിസിഷ്യൻ മതി. ഇൻ കേസ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് മാത്രമാണ് ഒരു ആംബുലൻസിൽ ഉള്ളതെങ്കിൽ അസിസ്റ്റന്റിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴി എന്ത് ചെയ്യാം. അപ്പൊ നമ്മുടെ വീഡിയോ കോളും അങ്ങനെയുള്ള മീൻസ് നമ്മൾ പറഞ്ഞല്ലോ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതുവഴി നമുക്ക് ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യാം ആവശ്യമുള്ളപ്പോൾ. രണ്ടുപേരും കൂടി പോകേണ്ട കാര്യമില്ലാണ്. ക്ലിയർ ആണോ? ഫിസിഷ്യൻ അസിസ്റ്റന്റ് നമ്മളുടെ ഇവിടെ അങ്ങനെ ഇല്ല. യൂറോപ്യൻ കൺട്രീസിലാണ് ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് എന്നുള്ളൊരു പോസ്റ്റ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കാം. ഫിസിഷ്യൻ. ഫിസിഷ്യനെ കുറിച്ചാണ്. Doctors may be present in specialist ambulance units, most notably the air ambulances, with a full range of additional skills, such as use of prescription medicines. അപ്പൊ നമ്മളിത് നോർമൽ ആയിട്ട് ഇവിടെ പറയുന്നത് ഫിസിഷ്യൻസ് വരുന്നത് കൂടുതലും കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആംബുലൻസിലൊക്കെയാണ് ഫിസിഷ്യന്റെ സാന്നിധ്യം ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ എയർ ആംബുലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, കുറച്ചും കൂടി എന്താണ് ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകുന്ന പേഷ്യൻസ് ഒക്കെയാണ് എയർ ആംബുലൻസ് വരുന്നത്. സോ അങ്ങനെയുള്ള എയർ ആംബുലൻസിലൊക്കെയാണ് ഫിസിഷ്യന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ദെൻ അതായത് നമ്മള് എന്താണ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ, ഇപ്പോ മെഡിസിൻസും കാര്യങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുന്നത് ഡോക്ടർ തന്നെ ആയിരിക്കും. മീൻസ് മരുന്നിന്റെ ഒരു ചീട്ട് കുറിപ്പുകൾ കാര്യങ്ങളൊക്കെ എഴുതുന്നു. മുഖ്യമായിട്ടും എന്താണ് എയർ ആംബുലൻസിലാണ് ഈ ഫിസിഷ്യനെ കാണപ്പെടുന്നത്. പിന്നെ എന്താണ് പോകുന്ന വഴിയിൽ വേറെ ഡോക്ടേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ ഒരു ഫിസിഷ്യൻ മാത്രമാണ്. മീൻസ് എയർ ആംബുലൻസിലാണല്ലോ, എയർ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോഡ് ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും മേ ബി ആൾക്ക് ക്രിട്ടിക്കൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് അല്ലെ നമുക്ക് വിവരം അറിയിക്കും, ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ വരുത്തിക്കാം. പക്ഷെ എയർ ആംബുലൻസിലാണെങ്കിൽ നിർത്താൻ പറ്റുമോ? സ്റ്റോപ്പ് ഉണ്ടോ നിർത്താനായിട്ട്? ഉണ്ടോ? എയർ ആംബുലൻസിലാണെങ്കിൽ അങ്ങനെ സാധിക്കോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എയർ ആംബുലൻസിൽ ഒരു ഫിസിഷ്യനെ നമ്മൾ എന്തായാലും നിയമിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മൂന്നെണ്ണമാണ് നമ്മൾ ഇനി വായിക്കാനായിട്ടുള്ളത്. പാരാമെഡിക് വരെ വായിച്ചോ? ഏഴാമത്തെ വായിച്ചില്ലേ? പാരാമെഡിക് വായിച്ചായിരുന്നോ? വായിച്ചു. അപ്പൊ ഇനി 8, 9, 10 മൂന്നെണ്ണം വായിച്ചു നോക്കണേ. എമർജൻസി കെയർ പ്രാക്ടീഷണറും ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഫിസിഷ്യൻ. മൂന്ന് വായിക്കണേ, മനസ്സിലാക്കി വായിച്ചാൽ മതി കേട്ടോ.
ഫിസിഷ്യൻ ഒന്നും കൂടി പറയണോ? ഫിസിഷ്യൻ പറയുന്നതേ, ഫിസിഷ്യൻ മെയിൻ ആയിട്ട് പറയുന്നത് എയർ ആംബുലൻസിലാണ് ഫിസിഷ്യന്റെ സാന്നിധ്യം ആവശ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എയർ ആംബുലൻസിൽ ഫിസിഷ്യൻ വേണം എന്ന് പറയുന്നത്? മേ ബി ഇപ്പൊ ഒരു റോഡ് ആംബുലൻസ് ആണെങ്കിൽ പോകുന്ന വഴിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് വരികയാണെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും. ഡോക്ടറുടെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ ചിലപ്പോൾ വിളിച്ചു വരുത്താനൊക്കെ സാധിക്കും. പക്ഷെ ഒരു എയർ ആംബുലൻസ് ആണെങ്കിൽ നമ്മൾ അറിയാലോ, പെട്ടെന്നൊരു ക്രിട്ടിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് നിർത്താൻ പറ്റുമോ? എയറിൽ കൂടി പോകുന്ന ആംബുലൻസ് സ്റ്റോപ്പ് ഉണ്ടോ നിർത്താൻ? അല്ലെങ്കിൽ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫിസിഷ്യന് എയർ ആംബുലൻസിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? അപ്പൊ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ക്രൂ ആയിരുന്നു അല്ലെ? ആംബുലൻസിൽ വരുന്ന ക്രൂവിങ് ആരൊക്കെയാണ്? ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്ട്രേഡ് നഴ്സ്, പാരാമെഡിക്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ദെൻ ഫിസിഷ്യൻ. ഓക്കെ, അതില് നമ്മള് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് റെസ്പോണ്ടറില് CPR പഠിക്കണം, AED ഫുൾ ഫോമുകളാണ്, ഇമ്പോർട്ടന്റ് ആണ് ഫുൾ ഫോം. ദെൻ AED നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഫുൾ ഫോമുകളും കാര്യങ്ങളും പഠിക്കണം. ദെൻ ക്രൂവിംഗിന്റെ ഏകദേശം കുറച്ച് സിമിലാരിറ്റി ഒക്കെ തോന്നുന്നു, എങ്കിലും മനസ്സിലാക്കി വായിച്ചാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത് നമ്മളുടെ ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ ചാപ്റ്റർ? പെട്ടെന്ന് കഴിഞ്ഞോ ആംബുലൻസ്? എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ECP എമർജൻസി കെയർ ഇവിടെ പറയുന്നുണ്ടല്ലോ. ECP പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചാപ്റ്റർ. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ് ആയത്? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നമ്മൾക്ക് അറിയില്ലാത്ത പുതിയൊരു കാര്യമാണ്. ചില ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് വളരെ ആഗ്രഹം ഉണ്ടാകും അല്ലെ? നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും കാണുന്നതാണ് ഈ ആംബുലൻസ് അല്ലെ? പക്ഷെ ഈ ഒരു ആംബുലൻസിന്റെ റോഡിൽ കൂടി ആംബുലൻസ് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ദൈവത്തിനെ വിളിക്കും അല്ലെ? നോർമലി നമ്മള് എല്ലാവരും തന്നെ അല്ലെ, നമ്മളതൊരു മാനുഷികമായിട്ടുള്ള ഒന്നാണ് അല്ലെ? ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതിലുപരി നിങ്ങൾ ആംബുലൻസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു. നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇങ്ങനെയാണ് ക്രൂവിംഗ്, ഇത്ര ക്രൂവിംഗ് ഉണ്ട്, ഇതിന്റെ ആംബുലൻസിൽ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ സൈറത്തിനും അല്ലെങ്കിൽ സൈഡുകൾ ഇങ്ങനെയൊക്കെയാണ് അല്ലെ? നമുക്കൊരു പുതിയ അറിവാണ് ഇത്. നിങ്ങൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് പൊതു അറിവ് തന്നെയാണ് അല്ലെ? മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റും നമുക്ക് ആംബുലൻസ്, ഞാൻ പറഞ്ഞു ഇനി ആംബുലൻസ് പോകുമ്പോൾ ശ്രദ്ധിക്കണോന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടോ. ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോ ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ ആംബുലൻസ് പോകുമ്പോൾ പേരെന്താണ്, ആംബുലൻസിൽ ഏത് പേര് വായിക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ്. ഇപ്പൊ നോക്കാറില്ല എല്ലാവരും? യെസ്, നോക്കണോട് നമ്മൾ പഠിക്കുന്നത് അനുസരിച്ചിട്ട്. ഈ ഒരു ചാപ്റ്റർ മാത്രമല്ല കേട്ടോ, നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു ഹാപ്പിനെസ് അല്ലേ ഇത്? ആണോ? ഹാപ്പിനെസ് ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ? അതെ, ഓക്കെ. അപ്പോ ആംബുലൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലിയ ബോറിംഗ് ഉണ്ടായിരുന്നോ ചാപ്റ്റർ? ക്ലാസ് ഓക്കെ ആയിരുന്നു എല്ലാവർക്കും? ക്ലിയർ ആണോ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ? ഓക്കെയാണ്. ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇനി സ്പീഡ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ക്ലാസ് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ദെൻ ഒരു പാരഗ്രാഫ് എടുത്ത് കഴിയുമ്പോൾ ചിലർക്ക് അത് വായിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഞാൻ നിങ്ങളോട് വായിക്കാൻ പറയുമ്പോ നമുക്ക് ഇത്ര പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് പറഞ്ഞ് വായിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ പറയുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാർക്കെങ്കിലും കുഴപ്പമില്ലല്ലോ. നിങ്ങളത് വായിച്ചിട്ട് ഒറ്റയടിക്ക് പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങളത് വായിച്ച് നിങ്ങൾ അതിനകത്ത് കംഫർട്ട് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ നെക്സ്റ്റ് പോകാറുള്ളൂ. ഓക്കെ, അപ്പോ
റീഡ് ചെയ്യുന്നത് നല്ലതാണ് അല്ലെ? റീഡ് ചെയ്യണം. അത് മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് റീഡ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോ ഇനി ഒരു കാര്യം കൂടി പ്രത്യേകം പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ. ബുദ്ധിമുട്ടുണ്ടാവില്ലെങ്കിലോ? ബോറിംഗ് ഉണ്ടോ? അധികം ബോറടിപ്പിക്കില്ല കേട്ടോ. ബോറിംഗ് ഉണ്ടോ? അടുത്ത ക്ലാസ്സിൽ ഞാൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ. ബോറിംഗ് ഉണ്ടോ? കുറച്ചു നേരത്തെ ഉറക്കം വരുന്നുണ്ടാകും അല്ലെ? ഉറക്കൊന്നും വരില്ല. ഓക്കെ. എല്ലാവരും ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഇരിക്കുക. അപ്പോ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ. പാരാമെഡിക്കൽ പറയാട്ടോ. നിങ്ങൾ പറഞ്ഞു തരാം. ഒന്നും കൂടി ഞാൻ ഈ ഒരു ചാപ്റ്റർ റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ. പറഞ്ഞു തരാം. ദെൻ നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ആംബുലൻസ് പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ആംബുലൻസിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനും അല്ലെങ്കിൽ അത് കണ്ടു മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മളുടെ അറിവിനേക്കാളും നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനേക്കാളും കൂടുതലായിട്ടുള്ള അറിവുകളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ് അടുത്തത് കണ്ടിന്യൂ ചെയ്യും. ദെൻ നമുക്കൊരു ബ്രേക്ക് വേണമെങ്കിൽ എടുക്കാം. ബ്രേക്ക് വേണോ? കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്നെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. ഓക്കെ. ഓക്കെ ആണോ? ബ്രേക്ക് വേണം. അഞ്ജലി ബോറടിച്ചിരിക്കണായിരുന്നോ? ബ്രേക്ക് എടുക്കാം. ഒരു 5 to 10 minutes വേണ്ട അല്ലെ? ഓക്കെ. ദെൻ ബ്രേക്ക് എടുത്തിട്ട് ആ വഴി പോകരുതും. ക്ലാസ് ഉണ്ടായിരിക്കും. ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വരാം. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിക്കോളൂ. ഉച്ച സമയമാണ്. അത്യാവശ്യം നല്ല ഉറക്കമൊക്കെ വരുന്ന ടൈമാണ്. അപ്പോ ടീച്ചറെ തന്നെ കണ്ടിട്ടിരിക്കുമ്പോ ചില ഉറക്കമൊക്കെ വന്നേക്കാം. കുഴപ്പമില്ല. അപ്പൊ ഒന്ന് 5 minutes ബ്രേക്ക് എടുക്കാം. വെള്ളം കുടിക്കുക, ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാം. ഞാൻ എത്ര പേര് ഉണ്ടെന്ന് ഞാൻ നമ്പർ നോക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും പേര് ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായിരിക്കണം. ഓക്കെ. ഈ ബ്രേക്ക് എടുത്തോളാം കേട്ടോ.
ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിൽ കയറിയോ? കുറച്ച് പേരും കൂടി വരാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ബ്രേക്ക് കഴിഞ്ഞ് ആ വഴി പോകരുതും, ഞാൻ നമ്പർ നോക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ കുറച്ചുപേരും കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോ നമ്മള് ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഫുൾ ആയിട്ടൊന്നും പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം കേട്ടോ. അപ്പൊ ആംബുലൻസ് സർവീസസിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി എന്താണ് ആംബുലൻസ്. അത് മെഡിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ്. പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെയാണ് മെയിനായിട്ടും ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ദെൻ EMS അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എമർജൻസി മെഡിക്കൽ സർവീസസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ആംബുലൻസ് എന്നൊരു വാക്ക് വേർഡ് വന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ആംബുലറി എന്നുള്ള ഒരു മീനിങ്ങിൽ നിന്നാണ്. മീനിങ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ടു വാക്ക് ഓർ മൂവ് എബൌട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നും കൂടി പറയുന്നത് മാത്രം. ദെൻ നമ്മള് ഫങ്ഷണൽ ടൈപ്സ് നോക്കി ആംബുലൻസിന്റെ. അപ്പൊ മെയിൻ ആയിട്ടും ആംബുലൻസിന്റെ ഫങ്ഷണൽ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആംബുലൻസ് ഉണ്ടായിരുന്നു, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ആംബുലൻസ് ബസ്, ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്. ഇത്രയുമാണ് ഫങ്ഷണൽ ടൈപ്പ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കിയത് ടൈപ്പ് ഓഫ് റോഡ് ആംബുലൻസ്. റോഡിൽ കൂടി പോകുന്ന ആംബുലൻസിന്റെ ടൈപ്പുകൾ ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് കെയർ. ഓരോ പേഷ്യൻസിന്റെ ലെവൽ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ റോഡിൽ കൂടി പോകുന്ന ആംബുലൻസിനെ തരംതിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ടൈപ്പ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. അത് ഫോം ചെയ്തിരിക്കുന്നത് CMVRന്റെ കീഴിലാണ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഉറപ്പ്. ചെയ്തിട്ടില്ലാത്തവര് ഞാൻ പറയുമ്പോൾ ചെയ്യാത്തതുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് പോകണം കേട്ടോ. ദെൻ ടൈപ്പ് ബി എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, ടൈപ്പ് ബി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ആ ടൈപ്പും കൂടി പഠിക്കണം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? പേര് മാത്രമല്ല, പഠിക്കുമ്പോൾ ടൈപ്പ് ഏതാണെന്നും കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ എക്സാമിന് ചിലപ്പോ ടൈപ്പ് എ പറയുന്ന റോഡ് ആംബുലൻസ് ഏതാണെന്ന് ചോദിക്കാം അല്ലേ? അപ്പൊ ടൈപ്പ് എ ഏതാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമല്ലേ നമുക്ക് പേരറിയാം. മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെന്ന് പേര് മാത്രം അറിഞ്ഞാൽ പോരാ. എന്ത് ചെയ്യണം? ആ ടൈപ്പ് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ടൈപ്പ് എ എന്ന് പറയുന്നത് മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് റെസ്പോണ്ടർ, ടൈപ്പ് ബി patient transport vehicle, then type C basic life support ambulance, then type D advanced life support ambulance. In advanced life support ambulance തന്നെയാണ് നമ്മുടെ കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് വിളിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് എക്സാമിൽ ചോദിക്കും. ദെൻ നമ്മൾ പഠിച്ചത് ആംബുലൻസിൽ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന എക്യുപ്മെന്റ്സുകളാണ്. ഏതൊക്കെയായിരുന്നു? 2-way റേഡിയോ, മൊബൈൽ ഡാറ്റ ടെർമിനൽ, എവിഡൻസ് ഗ്യാതറിംഗ്, CCTV, tail lift or ramp, trauma lighting, air conditioning and data records. ഇത്രയുമാണ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. ഈ ചിത്രങ്ങളും അതിന്റെ എന്താണെന്ന് സൂചിപ്പിക്കുന്നതെന്ന് പഠിക്കണം. എക്സാമിന് ചിലപ്പോ പിക്ചർ തന്നിട്ട് അത് എന്താണെന്ന് എഴുതാൻ വരും. ചിലപ്പോ അത് വാർണിംഗ്സ് തന്നിട്ട് അതിന്റെ സൂചിപ്പിക്കുന്ന സൈൻ ഏതാണ് അതിന്റെ സൈൻ എന്ന് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? പിക്ചർ ഒന്ന് നിങ്ങളുടെ രീതിയിൽ റെഡ് ഇത് അറിയാലോ, റെഡ് ക്രോസ് ഒരു പ്ലസ് സൈൻ ആണ് അല്ലെ, റെഡ് ക്രോസ്. ദെൻ ഒരു സി പോലെ ഇരിക്കുന്നത് എന്താണ്? റെഡ് ക്രസന്റ്. റെഡ് കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കോഡൊക്കെ വെക്കാം. ഓക്കെ, റെഡ് ക്രോസും റെഡ് ക്രസന്റും മാറിപ്പോവരുതും. റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുരിശ് പോലെ ക്രോസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ആലോചിക്കുക. അപ്പൊ മാറിപ്പോകില്ല. പറയുന്നത് ക്ലിയർ ആണോ? നമ്മൾ PSC ഒക്കെ പഠിക്കുമ്പോൾ കോഡ് വെച്ചൊക്കെ പഠിക്കില്ലേ? PSC ഒക്കെ എഴുതാറില്ലേ? നമ്മൾ പെട്ടെന്ന് എളുപ്പം പഠിക്കാനായിട്ടേ മറന്നു പോകാണ്ടിരിക്കാൻ കോഡൊക്കെ വെക്കില്ലേ? അതുപോലെ ഒരു കോഡൊക്കെ വെച്ച് പഠിക്കാറ്. റെഡ് ക്രോസ്. പിന്നെ സി പോലെ ഇരിക്കുന്നത് എന്താണ്? റെഡ് ക്രസന്റ്.
then first of the star of life, then Malthus Krauser. Okay, then Buttonberg marking area. നമ്മൾ Buttonberg marking area കുറിച്ച് പഠിച്ചു. Then active visuals എന്തൊക്കെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു. LED അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സൈറൺ അല്ലെ. ഇനി ഓഡിയോ വാർണിംഗ്സിലാണ് നമ്മൾ ആംബുലൻസിന്റെ സൈറൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ബെല്ലായിരുന്നു പണ്ട്, ഇപ്പൊ പക്ഷെ സൈറൻസ് വെച്ചും 360 ഡിഗ്രിയിലുള്ള ലൈറ്റിംഗ് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ RDS ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. റേഡിയോ ഡാറ്റ സിസ്റ്റം. പിന്നെ നമ്മൾ നോക്കിയത് കോസ്റ്റ് ആണ്. കോസ്റ്റില് നമ്മൾ 4 രീതിയിലുള്ള കോസ്റ്റ് പഠിച്ചു. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബൈഹാർട്ട് എല്ലാം മനസ്സിലാക്കി പഠിക്കണം, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഗവൺമെന്റ് ഏത് ഫണ്ടഡ് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അടുത്തത് നമ്മൾ നോക്കിയത് 108 എമർജൻസി സർവീസ്. എങ്ങനെയാണ് 108 വിളിക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. 108 എന്നുള്ളത് ജനറലി നമുക്കത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് EMRI ആണ്, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, EMRI, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, then നമ്മൾ എന്തൊക്കെയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. then at last one നമ്മൾ ഇന്ന് എടുത്തത് ക്രൂവിങ്. ഏതൊക്കെയാണ് ഒരു ആംബുലൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ക്രൂവിങ്സ്? ഫസ്റ്റ് റെസ്പോണ്ടർ, ആംബുലൻസ് ഡ്രൈവർ, നോൺ എമർജൻസി അറ്റൻഡന്റ്, എമർജൻസി കെയർ അസിസ്റ്റന്റ്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, രജിസ്ട്രേഡ് നഴ്സ്, പാരാമെഡിക്, എമർജൻസി കെയർ പ്രാക്ടീഷണർ, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആൻഡ് ഫിസിഷ്യൻ. 10 ക്രൂ മെമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചു പോയത്. ഓക്കെ ആണോ എല്ലാവർക്കും? 10-15 മിനിറ്റ് എടുത്തത് ഞാൻ ഒന്ന് റിവൈസ് ചെയ്തത്. ഇനി ഏതെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ ഈ ഒരു ചാപ്റ്റർ? ഓക്കെ, ദെൻ ഇനി നമ്മള് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ എടുത്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എടുത്തല്ലോ അവരുടെ ടെക്സ്റ്റ് ബുക്കില്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ആ ഒരു എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് അറിയണം, എന്നാലല്ലേ നമുക്ക് ആ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. ചാപ്റ്ററിന്റെ പേരാദ്യം പഠിക്കണമല്ലോ. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്? ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടെന്ന് എനിക്കറിയാം. സോ നോക്കാം, ബയോമെഡിക്കൽ വേസ്റ്റ്, വേസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. പല തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? അപ്പോ ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഞാൻ ചോദിക്കാം, ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസേഴ്സുകൾ പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ബയോമെഡിക്കൽ, നിങ്ങളുടെ അറിവില് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്? ഒരു വേസ്റ്റ് ആണത് അല്ലെ? എന്ത് തരത്തിലുള്ള വേസ്റ്റുകളാണ്? ഹോസ്പിറ്റൽ വേസ്റ്റുകൾ. യെസ് അല്ലെ, ഹോസ്പിറ്റൽ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഒരു ഹോസ്പിറ്റൽ വേസ്റ്റ് ആയിരിക്കും അല്ലെ? മെഡിക്കൽ വേസ്റ്റുകൾ, ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകൾ അല്ലെ? കറക്റ്റ് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന, ഹോസ്പിറ്റൽ മാത്രമല്ല കേട്ടോ, ചികിത്സാപരമായിട്ടുള്ള എല്ലാ, ഹെൽത്ത് സെന്ററുകളാവാം, ലബോറട്ടറി ആകാം, അങ്ങനെ ചികിത്സാപരമായിട്ടുള്ള ഏരിയകളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്.
സോ ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ മാനേജ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. അത് എങ്ങനെയാണ് അവിടെ ഹോസ്പിറ്റലുകളിലും ലബോറട്ടറികളിലും അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വലിയ ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾക്ക് നിങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലും കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. കണ്ടിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരിക്കാം. സോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴും നമ്മൾ ആംബുലൻസ് പഠിച്ചതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യണമെന്നല്ല, നിങ്ങൾ നോക്കണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ക്ലാസ്. നോക്കാം, ഇൻട്രൊഡക്ഷൻ വായിക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് പറയുന്നത്. നോക്കാം. The amount of garbage produced by healthcare institution has increased as a result of growing medical advancements and new hospital constructions for better healthcare. നോക്കാം, സെന്റൻസുകളെ എളുപ്പമുള്ള സെന്റൻസ് ആണ്. കുറച്ചിട്ട് ഒരു തുടക്കം തന്നെ വളച്ചൊടിച്ച് തന്നിരിക്കുകയാണെന്നുള്ളൂ. കാര്യം ഇത്രേ ഉള്ളൂ. അതായത് the amount of garbage എന്ന് വെച്ചാൽ എന്താണ്? മാലിന്യങ്ങള്. എഴുതി വെച്ചോളൂട്ടോ, അറിയില്ലാത്തവർ എഴുതി വെക്കുക. മാലിന്യങ്ങള്. നോക്കാം. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction. അല്ലെ, നമുക്കറിയാം ഇന്ന് നമ്മുടെ ലോകത്ത് ഓരോ ദിവസം കൂടുന്തോറും ടെക്നോളജി വികസിച്ചുകൊണ്ട് വരുന്നു, പലതരത്തിലുള്ള വികസനങ്ങൾ കണ്ടുവരുന്നു. അല്ലെ, സോ ഈ ടെക്നോളജിയുടെ വികസനത്തോടൊപ്പം തന്നെ മെഡിക്കൽ അഡ്വാൻസ്മെന്റ്, മെഡിക്കൽ രംഗത്തും വളരെയധികം വികസിച്ചു വരുന്നു. അല്ലെ, നിങ്ങൾ പഠിക്കുന്ന മെഡിക്കൽ ഫീൽഡ് കോഴ്സ് അല്ലെ, എത്രത്തോളം ഇങ്ങനെയുള്ള പുതിയ പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മറ്റു PROന്റെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെ ഒത്തിരി കോഴ്സസുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആണോ? ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ കോഴ്സുകളൊക്കെ വരുന്നിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ. ഇവിടെ പറയുന്നത് ദിവസം പ്രതി ഓരോരോ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അഡ്വാൻസ്മെന്റും മെഡിക്കൽ രംഗത്തും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സോ പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെ, ഇപ്പോ കുറെ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ താമസിക്കുന്ന, നിങ്ങൾ ഓരോരുത്തർ താമസിക്കുന്ന ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരൊറ്റ ഹോസ്പിറ്റലായിരിക്കും, ഒരു ജനറൽ ഹോസ്പിറ്റലായിരിക്കും ഉണ്ടാവുക. നോർമലി എല്ലാവരും ആ ഒരു ഹോസ്പിറ്റലായിരിക്കും പോകുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മൾ ഒരു ജില്ലയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ജില്ലയിൽ എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇന്ന് ഉണ്ടാകും? ഒത്തിരി ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ ഹോസ്പിറ്റലുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെ, ഇപ്പൊ നമ്മളുടെ ചുറ്റും തന്നെ ഉണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒന്നോ രണ്ടോ ഉണ്ടാവും ഇല്ലേ? പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ, അറ്റ്ലീസ്റ്റ് ഒരു ജനറൽ ഹോസ്പിറ്റൽ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ആയിരിക്കും എല്ലാവരും പോകുന്നത് ഇല്ലേ? പക്ഷെ ഇന്ന് അങ്ങനെയാണോ? മുട്ടിന് ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഒരു ജില്ല വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3-4 കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും ഇല്ലേ? ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാത്രമാണ് ഉള്ളത്. ഏകദേശം അടുത്തടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാകും. ഉണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് അപ്പൊ ഓരോ ദിവസം കൂടുന്തോറും ടെക്നോളജി വികസിക്കുന്നു, പുതിയ പുതിയ ഹോസ്പിറ്റലുകൾ വരുന്നു, പുതിയ പുതിയ ടെക്നോളജി വരുന്നു. സോ ഈ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ ഹോസ്പിറ്റലുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാലിന്യത്തിന്റെ എണ്ണവും ഓരോ ദിവസവും കൂടിക്കൊണ്ട് വരികയാണ്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് അവിടെ പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? ജനങ്ങളല്ലേ, ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് അവിടെ ഉപയോഗവും കൂടുന്നു, മാലിന്യത്തിന്റെ അളവ് കൂടുന്നു. നമ്മളുടെ ഉപയോഗം മൂലമല്ലേ അവിടെ വേസ്റ്റ് വരുന്നത്, ആണോ? അതുപോലെ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടുത്തെ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളുടെ അളവും എമൗണ്ട് ഓഫ് ഗാർബേജ് കൂടിക്കൂടി വരികയാണ്. Then both waste from അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ വായിക്കുമ്പോൾ. Both waste from any medical practice in healthcare facilities, testing centers and laboratories are referred to as healthcare waste or biomedical waste. രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു, ഹെൽത്ത് കെയർ വേസ്റ്റ് എന്നും
ബയോമെഡിക്കൽ വേസ്റ്റ് എന്നും. ഓക്കെ, ബോത്ത് വേസ്റ്റ് അതായത് മെഡിക്കൽ പ്രാക്ടീസ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുകളിൽ നിന്നോ അല്ലെങ്കിൽ ലബോറട്ടറി മറ്റ് ബ്ലഡ് ടെസ്റ്റിംഗ് സെന്റേഴ്സുകളിൽ നിന്നോ ലബോറട്ടറികളിൽ നിന്നോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെയാണ് ഹെൽത്ത് കെയർ വേസ്റ്റ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ്. Then healthcare workers, the general public, and the nearby flora and fauna are all at risk from hospital trash. Trash എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഈ വേസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. ട്രാഷ് മീൻസ് എന്താണ്? ഹോസ്പിറ്റൽ മീൻസ് ആ ഒരു എന്താണ് ചവിട്ട് വേസ്റ്റുകൾ എന്ന് പറയൂലേ, മീൻസ് ചവിട്ടുമുട്ട അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് വേസ്റ്റുകൾ ഇങ്ങനെ കുമ്പാരമായിട്ട് കിടക്കുന്നത്. അപ്പോ ഈ ആരൊക്കെയാണ് അതിൽ റിസ്ക് അനുഭവിക്കുന്നതെന്ന്, ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് കൊണ്ട് റിസ്ക് അനുഭവിക്കുന്നത് ആരൊക്കെയാണ്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര്, ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ദെൻ പബ്ലിക് അല്ലെ, പൊതുജനങ്ങള്, ദെൻ നിയർ ബൈ ആ ഹോസ്പിറ്റലിന്റെ അരികത്തുള്ള അല്ലെങ്കിൽ ആ ലബോറട്ടറിയുടെ അരികത്തുള്ള ഫ്ലോറ ആൻഡ് ഫോണ. എന്താ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ? ഫ്ലോറ സസ്യ, ഫോണ സസ്യ ജന്തു ജാലങ്ങൾക്കും ഇത് റിസ്ക് ആണെന്ന്. ഓക്കെ, പൊതുജനങ്ങൾക്കും അതിന്റെ മീൻസ് ആ മാലിന്യത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും ദെൻ അതിനുമായിട്ടുള്ള അന്തരീക്ഷം ചുറ്റുപാട് സസ്യ ജന്തുജാലങ്ങൾക്കും ഇത് റിസ്ക് ആണെന്ന്. Then hospitals and other health care facilities issues with waste disposal have grown to be cause of rising concern. അല്ലെ, അപ്പോ ഈ ഹോസ്പിറ്റലും ഹെൽത്ത് കെയർ സെന്റേഴ്സുകളും ഈ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസൽ ചെയ്യും എന്നുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആണെന്ന്, റൈസിംഗ് കൺസേൺ അല്ലെ, ഒരു എന്താ പറയുക, ഒരു വലിയ ആശങ്കയാണെന്ന്. ഇത് എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുക എന്നതിനെ കുറിച്ച്. The majority of nations worldwide, especially developing countries, are facing a difficult situation as a result of environmental pollution caused by pathological waste generated by growing population and resulting rapid growth in the number of healthcare centers. Already ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. അതായത് എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. എന്തുകൊണ്ടാണ്? പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജിക്കൽ എന്ന് വെച്ചാൽ ഇങ്ങനെ മീൻസ് രോഗങ്ങൾ പരത്തുന്ന വേസ്റ്റുകൾ, അതുപോലെ മെഡിക്കൽ വേസ്റ്റുകളും മറ്റു രോഗാണുക്കളും മീൻസ് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാത്തോളജിക്കൽ വേസ്റ്റ് എന്നുള്ളത് എൻവയോൺമെന്റൽ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എവിടെ? നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസുകൾ. സോ അവിടെ പറയുന്നത് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ഗ്രോവിംഗ് പോപ്പുലേഷൻ ആൻഡ് റിസൾട്ടിംഗ് റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് ഹെൽത്ത് കെയർ സെന്റേഴ്സ്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അതോടൊപ്പം തന്നെ എന്താണ്, ഹെൽത്ത് കെയർ സെന്റേഴ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ്, നമ്മുടെ വേസ്റ്റും ജനറേറ്റ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലേഷൻ കൂടുമ്പോൾ അവിടെ എന്താണ്, പൊല്യൂഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോ പോപ്പുലേഷൻ കൂടുന്നു, നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ്, പുതിയ പുതിയ ഹോസ്പിറ്റൽസ് വരുന്നു, അതിനനുസരിച്ച് എന്താണ്, വേസ്റ്റുകളും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ക്ലിയർ ആണോ? ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെന്റേഴ്സ് അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ അതിന്റെ റിസ്ക് അനുഭവിക്കേണ്ടത് ആരൊക്കെയാണ്? ആ വേസ്റ്റ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, പബ്ലിക്, ദെൻ ഫ്ലോറ ആൻഡ് ഫോണ സസ്യജന്തു ജാലങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കിയാ കേട്ടോ, ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിക്കാം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ട് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ളത് അതിന്റെ ഐഡിയ കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? വീണ്ടും എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് ഈസ് any kind of waste containing infectious or potentially infectious material produced during treatment of both people and animals, as well as during study involving biologics. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ഇൻഫെക്ഷൻ ആകാൻ ചാൻസ് ഉള്ള വേസ്റ്റുകളാണ്. ദെൻ ട്രീറ്റ്മെന്റ്, ഇപ്പൊ ബോത്ത് പീപ്പിൾ ആൻഡ് അനിമൽസ്, പീപ്പിൾസിനും അല്ലെ, അതായത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സാ സമയത്തൊക്കെ പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകൾ, അനിമൽ വേസ്റ്റുകളൊക്കെ, അനിമലിന്റെയോ പീപ്പിൾസിന്റെയോ എന്താണ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളും, അതോടൊപ്പം തന്നെ എന്താണ് ഇൻവോൾവിംഗ് ബയോളജി, ജീവശാസ്ത്രപരമായിട്ടുള്ള സമയത്തും വരുന്ന വേസ്റ്റുകൾ, അതിനെയാണ് എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷ്യസ് ആണ് അല്ലെ, ഇൻഫെക്ഷൻ നിറഞ്ഞിട്ടുള്ള വേസ്റ്റുകളാണത്. ട്രീറ്റ്മെന്റിന്റെ സമയത്തൊക്കെ പുറപ്പെടുവിക്കുന്ന വേസ്റ്റുകളേക്ക് തന്നെയാണ് എന്ത് വിളിക്കുക? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, ഒരു ഡെഫിനേഷൻ പോലെ പഠിക്കണം കേട്ടോ അത്. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷ്യങ്ങൾ? ഫസ്റ്റ് വൺ, ടു ലെസൺ ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് that must be treated as noxious waste. Noxious എന്ന് വെച്ചാൽ എന്താണ്? നോക്സിയസ് കേട്ടിട്ടുണ്ടോ? ഹാനികരമായിട്ടുള്ള, ദോഷം ചെയ്യുന്ന രീതിയിലുള്ള മാലിന്യങ്ങൾ അല്ലെ. അപ്പൊ എന്താണ്? ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളെ കുറയ്ക്കുക, മീൻസ് ഭയങ്കര ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളെ മാക്സിമം കുറയ്ക്കുക. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് ടു ലെസൺ എക്സ്പോസിബിലിറ്റി, റിസ്ക് ടു നോക്സിയസ് ഹെൽത്ത് കെയർ വേസ്റ്റ് ഫോർ വർക്കേഴ്സ് അല്ലേ. അതായത് എക്സ്പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുൻ സാധ്യത, അതായത് ഇപ്പൊ നമുക്ക് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ വേസ്റ്റ് എടുക്കുന്ന വർക്കേഴ്സിനുള്ള മുൻകരുതലുകൾ എടുക്കാന്ന്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരാറില്ലേ? ഹരിതകർമ്മ സേന വരാറുണ്ടോ? പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് വരാറില്ലേ? നിങ്ങൾ കൊടുക്കാറില്ല ആരും? വരാറുണ്ട്. ഓക്കെ. അപ്പൊ അവര് വരുമ്പോൾ എങ്ങനെയാണ്? അവരുടെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, then അവര് കോട്ട് ധരിച്ചിട്ടുണ്ടാകും. ധരിച്ചിട്ടുണ്ടോ? ഗ്രീൻ കളറിലെ കോട്ട് ഉണ്ടാവും, മാസ്ക് ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും. അപ്പൊ അത് മുൻകരുതല്, മീൻസ് അവര് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുകയാണല്ലോ, അപ്പൊ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അവർ ധരിക്കുന്നത്. സോ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് മുൻകരുതലുകൾ എടുക്കാതെ, അതായത് നമ്മള് റിസ്ക് ഒഴിവാക്കാനായിട്ട് അതിനുള്ള ഒരു മുൻകരുതൽ കാര്യങ്ങളൊക്കെ എടുക്കുക. Then മൂന്നാമതായിട്ട് പറയുന്നത് to reduce the price of treatment and disposal of medical waste. Reduce ചെയ്യാണ് പ്രൈസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു മെഡിക്കൽ വേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നും ഒരു മെഡിക്കൽ വേസ്റ്റ് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അത് എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതും കൂടി തീരുമാനിക്കണമെന്ന്. അപ്പൊ അവിടെ കോസ്റ്റ് കുറക്കാന്ന്, അതായത് വേറെ രീതിയൊന്നും കാണാതെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മളത് ഉപയോഗിക്കും. ഈ വേസ്റ്റ് വരുമ്പോ തന്നെ നമ്മൾ അതിനുള്ളൊരു വഴി കൂടി കാണണമെന്ന്. എങ്ങനെ സംസ്കരിക്കണം, എങ്ങനെയാണത് സംസ്കരിക്കേണ്ടത്, റീയൂസ് ചെയ്യാന്നുള്ളതാണെങ്കിൽ റീയൂസ് ചെയ്യാം, അല്ലാതെ എങ്ങനെയാണോ അത് ആ ഒരു സംസ്കരണ രീതിയും കൂടി നമ്മൾ ഓൾറെഡി മുൻകൂട്ടി നമ്മൾ എന്താണ് അത് ഓൾറെഡി കാണണമെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ വീണ്ടും ഇപ്പൊ മിക്സ് ചെയ്തിടുന്നൊക്കെയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഭയങ്കര എല്ലാ വേസ്റ്റുകളും കൂടി ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പലതരത്തിലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ എല്ലാ വേസ്റ്റും കൂടി മിക്സ് ചെയ്തിടണമെങ്കിലോ വീണ്ടും അത് രണ്ടാമത് അവർ വേർതിരിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ വീണ്ടും അവിടെ എന്താണ് പണി കൂടുന്നു, കോസ്റ്റ് കൂടുന്നു, മൊത്തത്തില് ഒരു ഇതാവും. സോ ആദ്യമേ തന്നെ അത് സെപ്പറേറ്റ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും പണിയും കാര്യങ്ങളൊന്നും വരില്ല. സോ ഒരു എന്താണ് നമ്മൾ പ്രൊവൈഡ് ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് ഒരു സംസ്കരണ രീതി കൂടി അവിടെ നോക്കണം. അപ്പൊ നമുക്ക് കുറെ ചെലവുകൾ അവിടെ കുറയ്ക്കാനും കൂടി പറ്റുന്നു.
ഓക്കെ. ദെൻ നാലാമതായിട്ട് പറയുന്നത് ടു എനബിൾ ദ റീയൂസ് ഓഫ് നോൺ ഹസാർഡ് ജനറൽ വേസ്റ്റ്. ഇനി നോൺ ഹസാർഡ് അതായത് അപകടകരമല്ലാത്ത രീതിയിലുള്ള വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ആണെങ്കിൽ അത് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്തെടുക്കാം. ഇത്രയുമാണ് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എല്ലാം കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തോടെ ആദ്യം പറയുന്നത് നോക്സിയസ് ആയിട്ടുള്ള വേസ്റ്റ്, ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മുൻകരുതലുകൾ എടുക്കണം. ദെൻ നമ്മൾ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ കൃത്യമായിട്ടുള്ളത് എങ്ങനെ അത് സംസ്കരിക്കണം എന്ന് കൂടി മുൻകൂട്ടി കാണണം. ലാസ്റ്റ് വൺ പറഞ്ഞത് നോൺ ഹസാർഡ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് അതിന് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ ഒബ്ജക്റ്റീവ്സ്? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കാം. ടോക്സിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാനികരമായിട്ടുള്ള ഭയങ്കര അപകടം പിടിച്ചിട്ടുള്ള വേസ്റ്റുകൾ, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വേസ്റ്റുകൾ. നോൺ ഹസാർഡ് എന്ന് പറഞ്ഞാൽ അപകടകരമല്ലാത്ത രീതിയിലുള്ള വേസ്റ്റുകൾ. ഹാനികരമായിട്ടുള്ള എന്നൊക്കെ പറയുന്നത് നമ്മള് ചില വസ്തുക്കളൊക്കെ. ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണേ. പോയിന്റ്സ് 4 പോയിന്റ് ഉള്ളൂ, മനസ്സിലാക്കി പഠിച്ചാട്ടോ. എക്സ്പോസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത, അതായത് നമ്മൾ പറയാലോ ഇപ്പോ വേസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരാവുന്ന എന്തൊക്കെയാണ്, ഇപ്പൊ നമുക്ക് റിസ്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, വരാൻ പോകുന്ന ഒരു പോസിബിലിറ്റിയെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളൊക്കെ കുറയ്ക്കാം. ദെൻ ഇതുപോലെയുള്ള മുൻകരുതലുകളൊക്കെ എടുക്കാം, ഗ്ലൗസ്, മാസ്ക് എന്നിങ്ങനെയുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുക. കംപ്ലീറ്റ് ചെയ്തോ ഒബ്ജക്റ്റീവ്സ്? ദെൻ വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഓക്കെ, നെക്സ്റ്റ് വൺ, who is at risk? അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ റിസ്ക് അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചറിയാലോ. ഫസ്റ്റ് പാരഗ്രാഫില് ഇമ്പോർട്ടന്റ് ഏതാണെന്നോ? ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ, ബോത്ത് വേസ്റ്റ്, മൂന്നാമത്തെ സെന്റൻസില് ബോത്ത് വേസ്റ്റ് ഫ്രം എനി മെഡിക്കൽ പ്രാക്ടീസിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ടെസ്റ്റിംഗ് സെന്റേഴ്സ് ആറ്റ് ലബോറട്ടറീസ് ആർ refer to as
ഹെൽത്ത് കെയർ വേസ്റ്റ് ഓർ ബയോമെഡിക്കൽ വേസ്റ്റ്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. Then who is at risk? അല്ലെ, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മൂലം റിസ്ക് അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. പബ്ലിക് ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, ദെൻ ഫ്ലോറ ആൻഡ് ഫോണ. ദെൻ അപ്പോ ആരൊക്കെയാണെന്ന് നമ്മൾ പറയണേ. ഡോക്ടേഴ്സ്, നേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡോക്ടേഴ്സും നേഴ്സസും പേഷ്യൻസ് അല്ലെ. ഇപ്പൊ അവിടുത്തെ വേസ്റ്റിന്റെ ഇൻഫെക്ഷൻസ് ഒക്കെ ഇപ്പൊ നമ്മൾ പറയില്ലേ, വലിയ അസുഖമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് രോഗം കിട്ടിയെന്ന് പറയും, പറയാറില്ലേ? അവിടുത്തെ ഇൻഫെക്ഷനും കാര്യങ്ങളും കാരണം. അതുകൊണ്ടാണ് ഇപ്പൊ മാസ്ക് വെക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളിലും മാസ്ക് നിർബന്ധമല്ലേ അല്ലേ? മാസ്ക് വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഹോസ്പിറ്റലിൽ മാത്രമല്ല കേട്ടോ, നമ്മള് പൊതുസ്ഥലങ്ങളിലും മറ്റുമെല്ലാം പോകുമ്പോൾ മാസ്ക് വെക്കുന്നത് ഏറ്റവും കംഫർട്ടാണ്. Then patients, then hospital support staff. ഹോസ്പിറ്റലിലെ മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാരും എല്ലാവരും ഉണ്ടാകുമല്ലോ അവര്. Then support staff, വേസ്റ്റ് കളക്ഷൻ ഡിസ്പോസൽ സ്റ്റാഫ്, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഏരിയയിലത്തെ സ്റ്റാഫുകളും ഡിസ്പോസൽ ചെയ്യുന്ന ഏരിയയിലെ സ്റ്റാഫുകളും ഇവർക്കൊക്കെ റിസ്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാര്യം അവർക്കുള്ള പ്രൊട്ടക്ഷൻ ഒക്കെ ധരിച്ചിട്ടുണ്ടാകും, മാസ്കും ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ടുണ്ടാകും, എങ്കിലും അവര് കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടി വരുന്നു. Then general public and the environment. General public, then environment. ഇത്രയും പേരാണ് ശരിക്കും ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് റിസ്ക് ഏറ്റെടുക്കേണ്ടി വരുന്നവര്, അല്ലെങ്കിൽ റിസ്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതൊക്കെയായിരുന്നു ഡോക്ടേഴ്സ്, നേഴ്സസ്. ഒന്ന് പഠിക്കാനൊന്നും ഇല്ലല്ലോ, അറിയാലോ എല്ലാവർക്കും. ഡോക്ടേഴ്സ്, നേഴ്സസ്, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, സപ്പോർട്ട് ആൻഡ് സ്റ്റാഫ് വേസ്റ്റ് കളക്ഷൻ, disposal staff, general public and the environment. Okay, ക്ലിയർ ആണല്ലോ ആരൊക്കെയാണ് റിസ്ക് അനുഭവിക്കേണ്ടി വരുന്നത്? ഇനി അതില് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനൊന്നും ഇനി പറയാനില്ലല്ലോ. ഓക്കെ അല്ലേ? Then source of biomedical waste. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, sources of biomedical waste. The primary contributor to the production of medical waste are primary and secondary sources. അപ്പോ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് രണ്ട് പേരാണെന്ന്, പ്രൈമറിയും സെക്കൻഡറിയും സോഴ്സസ് ഉണ്ട്. അപ്പോ ഈ പ്രൈമറിയും സെക്കൻഡറിയും സോഴ്സസ് ആണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ അതിൽ ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സസ്, ഏതൊക്കെയാണ് സെക്കൻഡറി സോഴ്സസ് എന്നാണ് നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രൈമറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? അപ്പോ പ്രൈമറി സോഴ്സസിന്റെ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. പ്രൈമറി സോഴ്സസ് എന്നുള്ളത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നേ. അതിനകത്ത് ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നാണ് ഇനി പറയുന്നത്. Then secondary sources, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട, പ്രൈമറി സോഴ്സസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം, സെക്കൻഡറി സോഴ്സസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. പ്രൈമറി സോഴ്സസ്. പ്രൈമറി സോഴ്സസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ് waste created in a hospital, medical college, nursing center, dialysis center, maternity homes, blood bank, research labs, immunization centers, autopsy centers. ഇവിടങ്ങളിൽ നിന്നൊക്കെയാണ് പ്രൈമറി സോഴ്സസ്. അതായത് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്, മെഡിക്കൽ കോളേജിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, അതായത് ഡെലിവറിക്ക് വേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്, ലബോറട്ടറികള്, ഇമ്മ്യൂണൈസേഷൻ സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുത്തിവയ്പൊക്കെ എടുക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഇല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും ഹെൽത്ത് കെയർ എന്നൊക്കെ പറയില്ലേ? ഹെൽത്തിൽ പോകുമ്പോൾ ഹെൽത്തിൽ അത്യാവശ്യം
കുഞ്ഞുങ്ങളുടെ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ആരോഗ്യ ഒരു സംരക്ഷണ കേന്ദ്രം. Then autopsy center. Autopsy center എന്ന് വെച്ചാൽ ഏതാ? ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഓട്ടോപ്സി സെന്റർ. ഇവിടെ നിന്നൊക്കെയാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജും ഇവിടെ നിന്നൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വേസ്റ്റുകൾ വരുന്നത്. ഓക്കെ, അപ്പോ പഠിക്കുമ്പോൾ പ്രൈമറി സോഴ്സസിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ് ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി സെക്കൻഡറി സോഴ്സസിൽ വരുന്നത് ഏതൊക്കെയാണ്? On the other hand, include household, industries, education, institutions, etc. ബാക്കി വരുന്ന ഹൗസ്ഹോൾഡ്, നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള മാലിന്യങ്ങളാവാം, ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെ നിൽക്കുന്ന മാലിന്യങ്ങളും ആണ് സെക്കൻഡറിയിൽ വരുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് പ്രാഥമികത്തിലാണ്. അതിൽ നിന്നാണ് കൂടുതലും ബയോമെഡിക്കൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റലും ലബോറട്ടറി തുടങ്ങിയവയിൽ നിന്നൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കി. Who is at risk when source of biomedical waste? പ്രൈമറി സോഴ്സസ് ഏതൊക്കെയാണ്, സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ പ്രത്യേകം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? Who is at risk, then sources. ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ആണ്. പോരടിച്ചോ? മതി ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും. ക്ലാസിഫിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. മതിയോ? കുറച്ചേർക്കൊക്കെ പോറായിട്ട് റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. മതി മിസ്. ഓക്കെ, മതിയായിട്ടിരിക്കണേരുന്നോ? ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് നമ്മൾ എടുത്ത് അത്രയും ഒന്ന് വായിച്ചു പോവാം കേട്ടോ. അപ്പൊ നമ്മളിന്ന് പുതിയൊരു ഉറക്കം വരുന്നു. ഓക്കെ ഓക്കെ, പേടിക്കണ്ട. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തത്. അപ്പൊ അതില് എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഒബ്ജക്റ്റീവ്സ്, ദെൻ ഹൂ ഈസ് അറ്റ് റിസ്ക്, അല്ലെ, ആരൊക്കെയാണ് റിസ്ക് അനുഭവിക്കുന്നത്. ദെൻ സോഴ്സ് ഓഫ് പ്രൈമറി സോഴ്സസും ദെൻ സെക്കൻഡറി സോഴ്സസും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. പോറടിച്ചെന്ന് പറയുന്നത് കുറച്ച് പേര്, അല്ലെ? കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നോക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ എടുക്കും. സോ അടുത്ത ക്ലാസ്സിൽ ഇതുവരെ ഒന്ന് വായിക്കാം. ജസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് വായിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? ക്ലിയർ ആണോ?
മാം ഡൗട്ട് ഉണ്ട് മാം. ചോദിച്ചോളൂ. ഈ സെക്കൻഡറി സോഴ്സസ് പറഞ്ഞപ്പോഴേ നമ്മുടെ ഇൻഡസ്ട്രി ഹൗസ് ഹോൾഡ്സും ഇൻഡസ്ട്രീസും ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് എല്ലാം ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ എങ്ങനെ പെടും മാം? അത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹൗസ് ഹോൾഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഇപ്പൊ ചിലവര് ഇപ്പൊ വീട്ടിൽ തന്നെ ഇപ്പോ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അവര് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മള് ഇഞ്ചക്ഷൻ എന്താണ് ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ വീട്ടിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവിടെ വീട്ടിൽ വരുന്ന ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റിന്റെ വേസ്റ്റുകൾ ഉണ്ടാകാം, ഇപ്പോൾ ഡെങ്കിപ്പനിയുള്ള ടാബ്ലറ്റ്സ് വരാം, ഇഞ്ചക്ഷന്റെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷന്റെ നീഡിൽസ് അതൊക്കെ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഭാഗം തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റലിൽ മാത്രമല്ലല്ലോ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചത് അതും വേസ്റ്റ് ആയിട്ട് വരാറുണ്ട്. അതാണ് സെക്കൻഡറിയിൽ പെടുത്തിയിരിക്കുന്നത്. മെയിൻ ആയിട്ട് വരുന്നത് ഇതുപോലെ മെഡിക്കൽ കോളേജ് ലബോറട്ടറിയിലൊക്കെയാണ്. പിന്നെ മാം ഈ ചാരിറ്റി ഫണ്ടഡ് ഉണ്ടല്ലോ നമ്മുടെ ആംബുലൻസും പിന്നെ നമ്മള് ഹോസ്പിറ്റൽ ഫണ്ടഡ് ആംബുലൻസും അതിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ചാരിറ്റി ഫണ്ടഡും വരില്ലേ മാം? അതില് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ തെറ്റായിരുന്നു. അപ്പൊ അത് ചാരിറ്റി ഫണ്ടഡ് ഞാനത് കറക്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത് ഹോസ്പിറ്റൽ ഫണ്ടഡ് ആയിരുന്നു കറക്റ്റ് ആൻസർ വന്നത്. അതെ 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 മാം, അതെ മാം. ഞാൻ തന്നിരിക്കുന്നതിനകത്ത് വ്യത്യാസം മിസ്റ്റേക്ക് അങ്ങനെയാണോ? അല്ല മാം, ഞാൻ ചാരിറ്റി ഫണ്ടഡ് ഉണ്ടായിരുന്നു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്, പിന്നെ ഹോസ്പിറ്റൽ ഫണ്ടഡ്, അങ്ങനെ 3 അത് തന്നിരുന്നു. അപ്പൊ അതിൽ ഞാൻ ചാരിറ്റിയാണ് കറക്റ്റ് ചെയ്തത്, പക്ഷെ അത് റോങ് ആയിരുന്നു. അത് എനിക്കൊരു സംശയം വന്നത്. കുറച്ച് കൺഫ്യൂഷൻ വരാം, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് പറഞ്ഞത്. ആ ഒരു ഏരിയയിലേ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കാം, ടെസ്റ്റ് ഒക്കെ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം എടുക്കാം. ഓക്കെ, താങ്ക് യു. പാരാമെഡിക്സ് ഒന്നും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം മാം. പാരാമെഡിക് ഒന്ന് പറഞ്ഞില്ല. ഏതായിരുന്നു പാരാമെഡിക്? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. Thank you, Miss. താങ്ക് യു മിസ്. Thank you, Miss.